ഈ രണ്ട് വാക്യത്തിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27, 28 2 വാക്യം. 2 വാക്യത്തിൽ പ്രധാനമായിട്ട് 3 കാര്യം. ഒന്ന്, ഒരിക്കൽ മരിക്കും. അതത്ര സുഖമുള്ള കാര്യമല്ല ഈ പറഞ്ഞത്. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. കുറച്ച് നാളിലൂടെ ജീവിക്കാനായി വന്ന് കുത്തിയിരിക്കുന്നെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറയുക മരിക്കുമെന്ന്. ഞാനല്ല പറഞ്ഞത്, വേദപുസ്തകം പറഞ്ഞതാ. അതങ്ങനെ തന്നെ. അപ്പൊ പ്രധാനമായിട്ട് 3 കാര്യത്തിൽ. 1, ഒരിക്കൽ മരിക്കും. 2, ഒരു ന്യായവിധിയുണ്ട്. 3, യേശുക്രിസ്തു വീണ്ടും വരും. ഇന്ന് രാത്രി ഈ കാര്യങ്ങൾ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് എബ്രായ ലേഖനം, വേദപുസ്തകത്തിലെ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. അതിലെ 9-ാം അധ്യായത്തിന്റെ 27, 28 തിരുവെടുത്താ വായിച്ചത്. ഈ വിശുദ്ധ തിരുവെടുത്ത് 66 പുസ്തകങ്ങളാണ്. സത്യവേദ പുസ്തകം. നമുക്കറിയാം 66 പുസ്തകത്തെ ഞാൻ എപ്പോഴും പറയും 2ആയിട്ട് തരംതിരിച്ചു: പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം 39 പുസ്തകവും പുതിയ നിയമം 27 പുസ്തകങ്ങൾ. ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാരാണ് ഈ പുസ്തകം എഴുതി തീർത്തത്. അതിൽ പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേരാണ് എഴുതിയത്. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഇത് അറിയാം. ഇത് കൂടെ പറയുന്നത് അറിയാത്ത ആരെങ്കിലും ഉണ്ട് അവരുടെ അറിവിനാ. അല്ലെ അവർ ചിന്തിക്കും കയ്യിലിരിക്കുന്ന ഏതാണ്ട് ഒരു പുസ്തകമായിട്ട് ഓടുന്ന കാണാൻ എന്തോ ആണെന്നോ, ചില കനമുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് അറിയണം. അതിനാ ഇത് തരംതിരിച്ച് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ ആദ്യത്തെ 4 പുസ്തകം സുവിശേഷ പുസ്തകമാണ്. അത് ചരിത്ര പുസ്തകമാണ്. മൊത്തം 5 പുസ്തകം ചരിത്ര പുസ്തകമാണ്. ആ 5 പുസ്തകം ചരിത്ര പുസ്തകത്തിൽ 4 പുസ്തകവും ഒരു വ്യക്തിയുടെ ചരിത്രമാണ്. അത് മറ്റാരുമല്ല, നസ്രായനാകുന്ന യേശുക്രിസ്തുവിന്റെ ചരിത്രം. ആ ചരിത്രത്തിന് പ്രാധാന്യം. അതാ നല്ല ചരിത്രം, കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രമാണ്. അപ്പോൾ അത് സുവിശേഷ പുസ്തകങ്ങളാണ്. സുവിശേഷം. ഇത് പ്രാരംഭ ദിവസമായതുകൊണ്ട് 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞു വെച്ച് നമുക്ക് ഈ ഭാഗത്തോട്ട് വരാം. അതാണല്ലോ അതിൻ്റെ മര്യാദയും അതിൻ്റെ ഓർഡറും. അതാ സുവിശേഷം. എന്തുവാ ഈ സുവിശേഷം? സുവിശേഷം മതം മാറ്റമല്ല. ഇന്ന മതത്തിൽപ്പെട്ടയാളെ ഇന്ന മതത്തിലോട്ട് ചേർക്കുക, അതല്ല സുവിശേഷം. സുവിശേഷം സഭ മാറ്റുകയല്ല. ഇന്ന സഭയിൽ ഇരുന്ന ആളിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എടുത്തും ഇങ്ങോട്ട് ഈ സഭയിലോട്ടാക്കുക, അതല്ല സുവിശേഷം. സുവിശേഷം തത്വസംഹിതകൾ നിരത്താനുള്ള സ്ഥലവുമല്ല, അതല്ല സുവിശേഷം. സുവിശേഷം പ്രത്യേക ശാസ്ത്രങ്ങളൊന്നുമല്ല. സുവിശേഷം അലോഗ്യം ഉണ്ടാക്കുന്ന മാർഗമല്ല. പിന്നെന്തുവായി സുവിശേഷം? ഒറ്റ വാക്കിൽ പറയാം, സുവിശേഷം നമുക്കറിയാം, നസ്രായനാകുന്ന യേശുക്രിസ്തു. അതാ സുവിശേഷം. വായിച്ചു തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണല്ലോ. അത് വായിച്ചു, എല്ലാവരും കേൾക്കട്ടെ. ഇത് ഇതിനകത്തുള്ള കാര്യമാണ്. ദാവീദിന്റെ സന്തതിയായി. കേൾക്കണം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ ശ്രദ്ധിക്കണേ. എന്തുവാ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. അതാ സുവിശേഷം. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ എന്താ ഈ സുവിശേഷം? അത് മനസ്സിലാകുന്ന ഭാഷയെ കുറച്ചുകൂടെ
ഒന്ന് തെളിച്ച് പറഞ്ഞാൽ ഒരു വാക്യം വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആകും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. പിന്നെ തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിന്. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ എന്താണ് സുവിശേഷം? അതിങ്ങനെ അങ്ങ് വിശദീകരിച്ച് പറയാം. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, ഇതാ സുവിശേഷം. ആർക്കും സന്തോഷമില്ല ഇവിടെ ഇരിക്കുന്നവർ. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് കൈ ഒന്ന് പൊക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പൊക്കിട്ടൊന്നും വലിയ കാര്യമില്ല. അപ്പൊ എന്താണ് സുവിശേഷം? യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ തിരുമരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, ഇതാ സുവിശേഷം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഒന്നുകൂടെ അല്പമായിട്ടൊന്ന് പറഞ്ഞേക്കാം. യേശുക്രിസ്തുവിന്റെ ജനനം, അതാ സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു. വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാ. നല്ല വാർത്ത, സദ്വർത്തമാനം. ഒരു ഇംഗ്ലീഷ് കൂടി ഇരിക്കട്ടെ, ഗുഡ് ന്യൂസ്. തെറ്റിയോ? ഇല്ല. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ചെറുതനെയാണെന്നൊന്നും കണക്കാക്കുന്നില്ല. ചുമ്മാ ഇരിക്കുന്ന അമ്മച്ചി വരെ ഗ്ലോറി എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഒരു ഇംഗ്ലീഷ് പറയും. സ്കൂളിൽ പോകാത്ത അച്ചായൻ വരെ പ്രൈസ് ദി ലോർഡ് ജീസസ് എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ എന്താണ് സുവിശേഷം? നല്ല വാർത്ത, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. ന്യൂസ് അതിന്റെ സ്പെല്ലിങ്ങും പിള്ളേർക്കൊക്കെ അറിയാം. ന്യൂസ്. എടേ, നിനക്ക് ന്യൂസിന്റെ സ്പെല്ലിംഗ് അറിയാമോ? ഇല്ല. നിനക്കറിയാമോ? പറഞ്ഞേ. എന്താ? നീ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? മോള് പറ മോളെ. അതാ. നീ യോഗം കഴിഞ്ഞ് എന്നെ കണ്ടേച്ചേ പോകാം. അപ്പൊ ശ്രദ്ധിക്കുക, ന്യൂസ്, NEWS, ന്യൂസ്, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. എന്തുവായി നല്ല വാർത്ത? യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. ഇത് നല്ല വാർത്തയാ. നല്ല വാർത്തയാ. ഈ നല്ല വാർത്ത എല്ലായിടത്തും അറിയിക്കണം. അതാ ന്യൂസ്. ന്യൂസ്, NEWS. നോർത്തും ഈസ്റ്റും വെസ്റ്റും സൗത്തും, തെക്കും കിഴക്കും പടിഞ്ഞാറും വടക്കും, 4 ദേശത്തും അറിയേണ്ട വാർത്ത ഇതാ സുവിശേഷം, ഗുഡ് ന്യൂസ്. കേൾക്കുന്ന ന്യൂസ് എല്ലാം ഗുഡ് ന്യൂസ് അല്ല, മുഴുവൻ ബാഡ് ന്യൂസാ. ഇല്ലയോ? അയ്യോ, നൊന്ത് പ്രസവിച്ച പിള്ളേരെ ഇട്ടേച്ച് ഒരുത്തൻ്റെ കൂടെ ഓട്ടോയിൽ കയറിപ്പോയി. നല്ല വാർത്തയാണോ? നിങ്ങൾക്കതൊക്കെ നല്ല വാർത്തയായിരിക്കും. നൊന്ത് 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച പൊടിക്കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് വേറൊരുത്തൻ്റെ കൂടെ പോയെന്ന് നല്ല വാർത്തയാന്ന് എനിക്ക് തോന്നുന്നില്ല. ജനിപ്പിച്ച പിള്ളേരെയും ശുശ്രൂഷിച്ച ഭാര്യയെയും ഉപേക്ഷിച്ചേച്ച് പരസ്ത്രീയുടെ കൂടെ പോയി, അത് നല്ല വാർത്തയാന്ന് എനിക്ക് തോന്നുന്നില്ല. അധികം പോകുകയില്ല. മാതാപിതാക്കളെ വെട്ടിക്കൊന്നു, കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മ 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച്, അല്ലെ പാടത്ത് പണിയെടുത്ത്. നമ്മൾ കുട്ടനാട്ടിലൊക്കെ ഈ ദേശമായതുകൊണ്ട് കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ കട്ട കുത്തുകയും പാടത്ത് കണ്ടം പൂട്ടുകയും കൊയ്തും മെതിച്ചും ഒക്കെ അങ്ങനെയൊക്കെ ആ പിള്ളേരെ വളർത്തിയത്. അങ്ങനെ വളർത്തിയ അപ്പനെയും അമ്മയും വെട്ടിക്കൊന്നെന്ന് നല്ല വാർത്തയാണോ? കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി അമ്മ വളർത്തിയതാ. ഒടുവിൽ പിള്ളേർക്ക് ഇച്ചിരി 10 പുത്തനും ആ കാക്കക്കേടും എല്ലാം മാറിയപ്പം അപ്പനെ അമ്മയെ അനാഥശാലയെ കൊണ്ടിടുന്നു. നല്ല വാർത്തയാണോ? നിങ്ങൾക്കൊക്കെ നല്ലതായിട്ട് തോന്നും ഇരിപ്പ് കണ്ടിട്ട്. ഓ പാസ്റ്റേ വയ്യ രണ്ടിനെയും കൊണ്ട്. അപ്പൊ കേൾക്കുന്ന വാർത്ത മുഴുവൻ വല്ലാത്ത വാർത്തകളാ.
മതത്തിന്റെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തും അടിയും ബഹളവും നല്ല വാർത്തയല്ല. ഈ വാർഡിൽ ഞങ്ങൾ മാത്രമേ താമസിക്കാവുള്ളൂ, വേറെ ആരും ഈ വാർഡിൽ കയറരുത്, നല്ല വാർത്തയാണോ? 2 വാർഡ് മെമ്പർമാർ ഇപ്പോൾ പോയി. ഞാനോർത്ത് നിങ്ങൾ യോഗത്തിൻ്റെ ഒന്ന് തിരക്കുണ്ടായിരുന്നായിരിക്കും. എന്നാലും ഇത് കേൾക്കുന്ന നല്ലതായിരുന്നു, നല്ല വാർത്തയായത്. അവർ കേൾക്കുന്ന വാർത്തയെല്ലാം പ്രശ്നമുള്ള വാർത്തകളാണ്, ഇനിയും കേൾക്കാൻ പോവുക. അപ്പൊ ഇത് നല്ല വാർത്തയാ. മതത്തിന്റെ പേര് പറഞ്ഞ് അടിപിടി ഉണ്ടാക്കുക, മനുഷ്യനെ കൊല്ലുന്നു, നല്ല വാർത്തയല്ല. ജാതിയുടെ പേര് പറഞ്ഞ് അന്യോന്യം കലഹിക്കുന്നു, നല്ല വാർത്തയാണോ? പേപ്പറിലൊക്കെ എന്നും കാണുന്നതല്ലയോ? നോർത്ത് ഇന്ത്യയിലെ ഒരു സാധുവായ ആള് അറിയാമല്ലോ, മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആള് ക്ഷേത്രത്തിൽ കയറി പ്രശ്നമായി, വെള്ളം കുടിച്ചു പ്രശ്നമായി. പണ്ടുകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന അങ്ങനെ വഴി നടക്കാനൊക്കത്തില്ല, എല്ലാ വീട്ടിലും എല്ലാവർക്കും കയറി ചെല്ലാനൊക്കത്തില്ല, മുറ്റത്ത് പോലും കയറ്റുകയല്ല, അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു. അതൊന്നും നല്ല വാർത്തയല്ല. ഓഹരി വീതം വെക്കുന്ന വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാഞ്ഞിരപ്പള്ളിയിലെ സ്വന്തം സഹോദരനെ വെടിവെച്ചു കൊന്നു. പേരും പറഞ്ഞു പോയി, മൈക്കിളോ എന്തോ പേപ്പർ വായിച്ചല്ലയോ, ഒന്നും അറിഞ്ഞില്ലയോ? വെടിവെച്ചു കൊന്നു സ്വന്തം സഹോദരനെ. അപ്പൊ ഈ കേൾക്കുന്ന വാർത്തകളൊന്നും നല്ല വാർത്തയല്ല, എല്ലാം വല്ലാത്ത വാർത്തകളാണ്. ഇതിന്റെ നടുവിൽ നല്ല വാർത്തയാ സുവിശേഷം. കേട്ടിരിക്കാൻ പറ്റുന്ന വാർത്ത, കേൾക്കാൻ കൊള്ളാവുന്ന വാർത്ത, കേട്ടാൽ ആശ്വാസം ഉണ്ടാക്കുന്ന വാർത്ത, കേൾക്കുന്നവർക്ക് വിടുതലുണ്ടാക്കുന്ന വാർത്ത, കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്ന വാർത്ത, അങ്ങനെയാണ് നല്ല വാർത്തയാണ് സുവിശേഷം. യോഗ്യമേ ഇതു നമുക്കതി ഭാഗ്യമേ, രക്ഷിതാവിന്റെ വാക്യമേ, സ്വർലോകരോടൈക്യമേ, യേശുരാജന്റെ സുവിശേഷ കൊടി കോശത്തോടുയർത്തിയിടണമെന്ന് ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. കോട്ട നാം ഇടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുരാജന്റെ രക്ഷയിൽ കൊടി കോശത്തോടുയർത്തിയിടാൻ വേഗം ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം നല്ല വാർത്ത, സദ്വർത്തമാനം. മോനെ ഇവർ കൂടെ കൊടുക്കണം, നീ ഞങ്ങളെ പരിഗണിക്കണം, നമുക്ക് കുഴപ്പമില്ലല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതിൻ്റെ കിട്ടുന്നില്ല, നീ മനഃപൂർവ്വം കൊടുക്കാത്തതാണോ, അതോ നിനക്ക് മൃദംഗത്തോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു, അതിൻ്റെയൊക്കെ കൊടുക്ക. അപ്പൊ ശ്രദ്ധിക്കുക, നല്ല വാർത്തയാ സുവിശേഷം, ദൈവത്തിന് മഹത്വം. എല്ലാവരും കേൾക്കേണ്ട വാർത്തയാ സുവിശേഷം. മറ്റു വാർത്തകളെല്ലാം കേട്ട് ചെവി പൊത്തുക, നല്ല സുഖകരമായ വാർത്തയല്ല. എന്നാൽ ഇതിന് നടുവിൽ നല്ല വാർത്ത, ഇമ്പമുള്ള വാർത്ത, കേൾക്കാൻ പറ്റാവുന്ന കൊള്ളാവുന്ന വാർത്ത, എല്ലാവരുടെ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ കൊള്ളാവുന്ന വാർത്ത. ഇപ്പോഴത്തെ വാർത്തകളൊന്നും എല്ലാവരും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ കൊള്ളുകയില്ല. പേപ്പറിലാന്നേലും മാധ്യമങ്ങളിലാന്നേലും യൂട്യൂബിലാന്നേലും മറ്റ് ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്ത എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കേൾക്കാനും പറയാനും
പത്രത്തിൽ വന്നൊരു വാർത്ത, പ്രായമുള്ളവർ പറയുക, അന്നേരം പിള്ളേർ വരുമ്പോൾ ചോദിക്കുക, എന്തോ കേൾക്കാനാണ് മൂത്തവർ പറയുന്നതിനിടെ പോ. മൂത്തവരങ്ങനത്തതൊക്കെയായി പറയുന്നത്, കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ കൊള്ളുകേലാത്ത കാര്യമായി പറയാം. കൊച്ചുങ്ങൾ അതിലപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. കൊച്ചുങ്ങൾ പറയും, എന്നെ കേൾക്കാൻ വന്നാ പോ. ഞങ്ങൾ കൂട്ടുകാരതുപോലെ സംസാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം വാർത്തകൾ ഉണ്ട്. ഇതിന്റെ നടുവിൽ കേൾക്കാൻ കൊള്ളാവുന്ന വാർത്ത സുവിശേഷമാണ്. എല്ലാവർക്കും കേൾക്കാം. എന്താ ഈ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ പാകം വിട്ടേക്ക, എടുത്ത വാക്യത്തിലോട്ട് വരാം. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ദൈവത്തിന് മഹത്വം. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, പിന്നെ വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷത, ഇത് രക്ഷ തരുന്ന മാർഗമാണ്. സകല ആൾക്കാർക്കും രക്ഷ തരാനുള്ള മാർഗമാണ് സുവിശേഷം. മനുഷ്യൻ രക്ഷപ്പെടാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാ കാട്ടിക്കൂട്ടുന്നത്. മതങ്ങളെല്ലാം പഠിപ്പിക്കുന്ന കൊണ്ടുപോകാൻ, ക്രിസ്തു മതമാന്നേലും ഹൈന്ദവ മതമാന്നേലും മുസ്ലിം മതമാന്നേലും മറ്റ് എല്ലാം ബുദ്ധനാന്നേലും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് കൊണ്ടുപോവാ. ക്രൈസ്തവ മതമൊക്കെ മതമതാ പഠിപ്പിക്കുന്നത് ഇല്ലേ? ക്രൈസ്തവ മതം അവിടെ മൂവാറ്റുപുഴയിൽ നിന്ന് കോലഞ്ചേരിക്ക് പോകുമ്പോൾ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ കോഴിയെ കൊണ്ടുപോകാൻ വെട്ടാൻ, കോഴിയെ. അപ്പൊ ഞാൻ ഒരു വാർത്ത കണ്ടു, അവിടുത്തെ അച്ഛൻ പാതാളത്തിൽ പോവുകയും വരികയും ചെയ്യുന്നത്. എങ്ങനെയുണ്ട് അച്ഛൻ? ഒരു കിണറുണ്ട്, കിണറ്റിൽ അച്ഛൻ ഈ കിണർ വഴി ആ പാതാളത്തിൽ പോവുകയും, നിങ്ങളിതൊന്നും അറിയുന്നില്ല. കടമറ്റത്ത് കത്തനാര്, അവിടെ ഒരു കിണറുണ്ടെന്ന്, അതിനകത്തൂടെ പുള്ളി പാതാളത്തിൽ പോയിട്ട് വരികയും പോവുകയും ചെയ്യുന്നു. എങ്ങനെയുണ്ട്? അപ്പൊ അവിടെ ഞാനിതൊക്കെ ഒന്ന് അറിയാനും ചില കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞേച്ചേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും അവിടെ ചെന്നു ഇതൊന്നും അറിയണ്ടായോ എന്തുവാന്ന്. അന്നാരും ഒരു ഹൈന്ദവ സ്നേഹിതൻ 2 കോഴിയായിട്ട് അവിടെ വന്നേക്കുന്നു. അവിടെ കോഴിയെ കൊടുക്കുക, കോഴി വെട്ടു. അപ്പൊ ക്രൈസ്തവ മതവും പഠിപ്പിക്കുന്നത് എന്തേലുമൊക്കെ കൊണ്ടുവരാനാ. 2 പൂവൻ കോഴി, അല്ലെ മെഴുകുതിരി, അല്ലെങ്കിൽ എന്തേലുമൊക്കെ ആൾ രൂപം, കാല് രൂപം. പാറേപ്പള്ളിയിൽ അങ്ങനെയൊക്കെ ആൾ രൂപം, കാൽ രൂപം. പിന്നെ ചിലയിടത്തൊക്കെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇന്ന സാധനമെല്ലാം കൊണ്ടുവാ. എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ല. മതങ്ങളെല്ലാം കൊണ്ടുവാ എന്ന് പഠിപ്പിക്കുമ്പോൾ, അവൻ വിളിക്കുമ്പോൾ, അവൻ ഈ യേശുക്രിസ്തു ഒന്നും കൊണ്ടുവരണ്ട. ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യവുമില്ല. നിങ്ങൾ വല്ലതും കൊണ്ടുവന്നാ വല്ലോ ഏക്കുമോ? മോളെ ഒരു വാക്യം, സഹോദരി ഒരു വാക്യം വായിച്ചാട്ടെ. മീഖാ പ്രവചനം 6:6 മുതൽ വായിച്ചോ. അങ്ങോട്ട് വല്ലതും കൊണ്ട് എന്നാ ഏക്കുവോന്ന് വായിര്. മീഖാ 6:6 പെട്ടെന്ന് വായിച്ചോ, നേരം പോകും, നമുക്കെല്ലാം പോകേണ്ടതാ. മീഖാ ഇല്ലേ? തങ്കച്ചാൻ്റെ അമ്മാമ്മ എടുത്തു വെച്ചത് ഞാൻ കണ്ടു, മൈക്കില്ലാഞ്ഞിട്ടായിരിക്കും. യോ ദൈവദാസനെ മൈക്ക് കൂടെ വായിക്കുക എന്നില്ല. കാരണം മറ്റു വെളിയിൽ നിൽക്കുന്നവർക്ക് ഒന്ന് അറിയണ്ടായോ. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. എന്തോന്നും കൊണ്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ദൈവത്തിന്റെ മുമ്പാകെ നീ എന്തോന്നും കൊണ്ട് ചെല്ലും? ചോദ്യമാ. എന്നിട്ട് 1-2 കാര്യങ്ങൾ പറയും. എന്തോന്നുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? അങ്ങോട്ട് ചെന്നാ വല്ലോ ഏക്കുമോ? ഒരു കാളയോ ഒരാടുമായിട്ട് അങ്ങോട്ട് ചെന്ന, അയ്യോ കാട്ടിൽ 1000 കാട്ടാടാ, അന്നാരാ നിന്റെ ചൊരത്താത്ത ഒരാട് കണ്ടിക്കാൻ നിർത്തിയിരിക്കുക. എന്നാ പിന്നെ ദൈവത്തിന് കൊടുത്തേക്കാം. ദൈവത്തിന് ഇതൊന്നും വേണ്ട. ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ കാട്ടിൽ 1000 ലക്ഷക്കണക്കിന് ആടുകളാ, കാട്ടാട്. ദൈവത്തിന് ആവശ്യമുണ്ട്, അതിലൊരെണ്ണത്തിനെ അങ്ങ് പിടിച്ചാ പോരെ.
വനങ്ങളിലും മൃഗങ്ങൾ, നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദീനമാറി തുടച്ചത്തിൽ. വനങ്ങളിലും മൃഗങ്ങൾ, നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദീനമാറി തുടച്ചത്തിൽ. തൃണങ്ങൾ വല്ല വൃക്ഷാധികരണങ്ങൾ വിത്തുണ്ടാകും മറ്റീനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിച്ചാൻ അവനെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ സകലത്തെ ഉളവാക്കിയവനാ ദൈവം. കാട്ടിലെ 1000 ജന്തുക്കള്, സിംഹം മുതല്, അതാണല്ലോ രാജാവ്. പണ്ടൊരു കുമ്മിപ്പാട്ടുണ്ടായിരുന്നു. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപോത്ത് കരിമ്പുലി കൂട്ട. കാട്ടാന കരടി പുലി ചെന്ന് കാട്ടുപോത്ത് കരിമ്പുലി കൂട്ട. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപോത്ത് കരിമ്പുലി കൂട്ടം. അപ്പൊ 1000 കാട്ടുജന്തുക്കളും മൃഗജാതികളും സിംഹം മുതല് ഈ സകല എണ്ണു. ഇങ്ങനെ ദൈവം സൃഷ്ടിച്ചതായി 1000 പല വിധത്തിൽ ഏതാണ്ട് 35,000 വരുന്ന ഇനമാണ്. 35,000 ഇനത്തിൽപ്പെട്ട മൃഗത്തെ ദൈവം സൃഷ്ടിച്ചപ്പോഴാ അത് 1000കണക്കിന് ലക്ഷക്കണക്കിന് മൃഗങ്ങൾ കാട്ടിക്കിടക്കുക. എന്നാലും നീയെ ഒരാടുമായിട്ട് അങ്ങോട്ട്. ദൈവത്തിന് നിന്റെ ആടും വേണ്ട, കാളയും വേണ്ട. വാരിയൽ തെളിഞ്ഞ 2 കാള, ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ഒന്നുകൂടെ വാക്യം വായിച്ചേ സഹോദരി. ആ മോളല്ലേ വായിച്ച വായിര്. എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ദൈവത്തിന്റെ അടുക്കത്തിലോട്ട് ചെല്ലും. പിന്നെ അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. എന്തോ കൊടുത്തേച്ച് അവിടെ ഒന്ന് കുമ്പിടും. പിന്നെ ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? അങ്ങോട്ട് ചെല്ലണമോ? അടുത്തത് 1000 ആട്ടുകൊറ്റനിലും 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? 1000 ആട്ടുകൊറ്റൻ. മൂന്നാറിലോട്ട് ചെന്നേ, വരയാട് 1000കണക്കിന്. ഈ ഭൂമിക്ക് അടിയിൽ കൂടെ എണ്ണ ഒഴുകുക, തൈല നദികള്. ശുദ്ധീകരിച്ചെടുത്താ മതി. അങ്ങനെയുള്ള ദൈവം, തൈലനദി ഒഴുക്കുന്ന ദൈവത്തിന് നമ്മുടെ അല്പം വെളിച്ചെണ്ണയൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് നിന്റെ മെഴുകുതിരിയും വേണ്ട. ഇതൊന്നും കൊടുത്താൽ ഏക്കുകയല്ലെന്ന ഒറ്റ കൊള്ളിയാ മിന്നപ്പോ അവിടെ എല്ലാം വെട്ടം. എന്നാരുവാ നമ്മള്. അപ്പൊ ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ദൈവത്തിന് മഹത്വം. 10,000 തൈല നദി. പിന്നെ എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ എന്റെ ആദ്യജാതനെയും. ഏത് നരബലി വേണ്ടെന്നായി പറഞ്ഞ എന്റെ അർത്ഥം. നരബലി മന്ത്രവാദികളും ക്ഷുദ്രക്കാരും ദൈവത്തെ അറിയാത്തവരും ഒക്കെ പറയും കൊച്ചിനെ കണ്ടിച്ചാ മതി അനുഗ്രഹം ഉണ്ടാകുമെന്ന്. ചെയ്യരുതേ. എലന്തൂർ ഒരു തള്ള വേറൊരു സഹോദരിയെ കണ്ടിച്ചു. ഏതാണ്ടൊക്കെ കിട്ടാനാ. ഭാഗത്താന്ന് തോന്നുന്ന പേര് ഞാൻ മറന്നുപോയി. നിങ്ങളുടെ അടുത്തല്ലയോ? പേരെന്തുവാ? ശൈലയോ? എന്നെ ലൈലയോ? ലൈല. എങ്ങനുണ്ട്? നരബലിയിൽ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യ കുരുതിയിലും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തിന് ഇതൊന്നുമല്ല ആവശ്യം. അടുത്ത വാക്യം മോളെ. ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? അതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. പിള്ളേരെ ഉപദ്രവിക്കരുത്, പിള്ളേരെ കണ്ടിക്കരുത്, പിള്ളേരെ നരബലി കേൾപ്പിക്കരുത്, പ്രായമുള്ളവരെയും കണ്ടിക്കരുത്. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. മറ്റൊരുത്തന്റെ രക്തം എടുത്തേച്ച് പറയാം, അവന്റെ രക്തം കൊണ്ടുപോവാ വത്സ, ഞാൻ നിന്നിൽ സംപ്രീതനായി. അതെന്തുവാ? വത്സൻ അതിന് കൊടുവാളുമായിട്ട് നടക്കുക, എല്ലാവരുടെയും പെടലി കണ്ടിക്കാൻ. ദൈവം ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നരബലി ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യനെ കൊല്ലരുത്. മതത്തിന്റെ പേര് പറഞ്ഞ്, സംഘടനയുടെ പേര് പറഞ്ഞ്, സമുദായത്തിന്റെ പേര് പറഞ്ഞ്, വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് അന്യോന്യം കലഹിക്കരുത്. മനുഷ്യനെ മനുഷ്യനായി കാണണം.
ഹൈന്ദവനായിക്കോട്ടെ, മുസ്ലിം സഹോദരനാകട്ടെ, ബുദ്ധനോ ജൈനനോ നിരീശ്വരവാദി ആരുമാകട്ടെ, അവൻ മനുഷ്യനാ, അവന് വ്യക്തിത്വമുണ്ട്, അവനെ ബഹുമാനിക്കണം. ഒരു പിച്ചക്കാരനാന്നേലും അവന് വ്യക്തിത്വമുണ്ട്. പിച്ചക്കാരൻ അവന്റെ സാഹചര്യം കൊണ്ടാ പിച്ച എടുക്കുന്നത്, നല്ല കാര്യമല്ലേ? പിടിച്ചു പറിക്കുകയല്ലയോ, ചോദിക്കുകയല്ലയോ, അമ്മ വല്ലതും തരണേ, അത് അന്തസ്സുണ്ട്. കുംഭകോണം നടത്തുന്ന മന്ത്രിയെക്കാളും നല്ലതില്ലയോ പിച്ച എടുക്കുന്നവനെ? നാട്ടുകാരുടെ കാശെല്ലാം കൂടെ മേടിച്ച് പിരിച്ചേച്ച് അവൻ കോടിക്കണക്കിന് സമ്പാദിക്കുന്ന ആൾക്കാരെക്കാൾ എന്ത് അന്തസ്സാ ഭിക്ഷ എടുക്കുന്നവൻ? ചോദിക്കുകയല്ലയോ തരാൻ? അവന്റെ സാഹചര്യം കൊണ്ടാ ഭിക്ഷ എടുക്കുന്നത്. പക്ഷെ അന്തസ്സുണ്ട്, അതിനും അന്തസ്സുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റെ അന്തസ്സുണ്ട്, ഇല്ലേ? ചില ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് എന്നാ ജോലി? അടുക്കള പണിയാ. അത് നല്ലതല്ലേ, അടുക്കള പണിയുന്നുണ്ടല്ലോ. നിന്നെപ്പോലെ ചുമ്മാ കസാര നിറച്ചിരുന്ന് തിന്നുകയല്ലല്ലോ, പണിതേച്ചല്ലേ തിന്നുന്നേ. ചിലതിങ്ങനെ ഒരു കസാര, വലിയ കസാര, അതിൽ നിറച്ചങ്ങ് ഇരിക്കുക, ഒന്നും ചെയ്യാൻ വയ്യ. വീട്ടുവേലയ്ക്ക് വരുന്ന ചായ, തീവണ്ടിയെ പോകുമ്പോൾ ചായ കേട്ടിട്ടില്ലേ? ചുമ്മാ ഇരുന്നിങ്ങനെ കീറുക, ചായ. അപ്പൊ എല്ലാ ജോലിക്കും അതിൻ്റെ അന്തസ്സുണ്ട്. ചില പറയത്തില്ല അവർക്ക് എന്നാ ജോലി? തൂത്തുവാരില്ല, മുനിസിപ്പാലിറ്റി. നല്ല ജോലിയാ, നല്ല ജോലിയല്ലേ? നീ നിന്റെ വീട് പോലും തൂത്തുവാരുന്നില്ല. നമ്മുടെ ആൾക്കാർ ചിലപ്പോൾ പ്രാർത്ഥനയുടെ അന്നാ തൂത്തുവാരുന്നത്. നാളെ പ്രാർത്ഥനയാ, ജൂലുമായിട്ട് വരെ ക്യൂറ്റ് നടക്കുക, ആഴ്ചയിൽ മാസത്തിലൊന്നാ. ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല, വെറുതെ എന്തിനായി ആദ്യത്തെ ദിവസമേ അലോഗ്യമാകുന്നേ. ഏത് ജോലിക്കും ഏത് വ്യക്തിക്കും അതിൻ്റെ വ്യക്തിത്വമുണ്ട്. അപ്പോൾ ഇതൊന്നും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം ഇഷ്ടപ്പെടുന്നതല്ല. നരബലിയും അലോഗ്യവും വഴക്കും ഒന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലൊന്നും ഏക്കത്തില്ല. പിന്നെ അടുത്ത വാക്യം വായിക്കും മോളെ. മനുഷ്യ നല്ലതെന്തെന്ന്. ഇത് കേക്ക് ചെറുതനക്കാരെല്ലാം കേക്ക്, ശബ്ദം കേൾക്കുന്നത്. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നത് എന്തുവാ? ഒന്ന്, നീ ന്യായം പ്രവർത്തിക്കണം. അതാ ദൈവം ഇഷ്ടപ്പെടുന്നത്, ന്യായം പ്രവർത്തിക്കണം. ന്യായമായി. ഇപ്പം വാർഡ് മെമ്പർമാർ 2 പേര് പോയി ന്യായമേ പ്രവർത്തിക്കാവൂ. ന്യായമേ. അവർ മാത്രമല്ല, എല്ലാവരും അന്യായത്തിന് കൂട്ടു നിൽക്കരുത്. ദൈവം ശിക്ഷിക്കും, ദൈവം വിടുകയല്ല. അത് തെറ്റ് അവരുടെ ഭാഗത്താന്നേലും അത് തെറ്റാന്ന് പറയണം. അല്ലാതെ അത് ഞങ്ങളുടെ പാർട്ടിക്കാരാന്നാ ഒതുക്കിയേക്കാം, അത് ദൈവം പിടിക്കും. ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല. കോൺഗ്രസ് ആണെങ്കിലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കൊള്ളാം, BJP ആണെങ്കിലും കൊള്ളാം, ബജറംഗ് ആണെങ്കിലും കൊള്ളാം. ഇനിയും അല്ല, മായാവതിയുടെ എന്തുവാ ഒരു പാർട്ടി ഉണ്ടല്ലോ, എന്തേലും ആയിക്കോട്ടെ, ഏതാന്നേലും ഞാൻ ആരുടെ ആളല്ല, ഞാൻ ക്രിസ്തുവിൻ്റെ ആളാ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നീതിന്യായം ഉണ്ടായിരിക്കണം. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഒന്ന്, ന്യായം പ്രവർത്തിക്കണം. ന്യായക്കേടിന് കൂട്ടു നിൽക്കരുത്. പക്ഷേ ഈ വന്ന കാലത്തൊക്കെ അതിനൊക്കെ നിന്നെങ്കിലേ പലർക്കും പല സ്ഥാനവും മാനവും ഒക്കെ എന്നെ എല്ലാവരും അങ്ങ് വള്ളം മുങ്ങിയതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്നത്. ന്യായത്തിനെ കൂട്ടു നിൽക്കാം, ഒന്ന് ന്യായം പ്രവർത്തിപ്പാനും പിന്നെ ദയ ഉണ്ടായിരിക്കണം കേട്ടോ. ഒന്ന് ന്യായം, 2 ദയ. ഇതൊക്കെ അത്യാവശ്യമാണ്. അന്യായം ചെയ്യരുത്. അപ്പുറത്തുകാരനെ അതിരെ പോയി നിന്ന് അതിര് മാന്തരുത്. ചേട്ടനോ അനിയനോ പെങ്ങൾക്കോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ ഒക്കെ എന്തെങ്കിലും വിഹിതം കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യം കൊടുത്തിരിക്കണം. അത് കള്ളയൊപ്പം ഉണ്ടാക്കി എടുക്കരുത്. അപ്പം ചാകാറായ സമയത്ത് അപ്പനോട് ഭയങ്കര മമത തോന്നി അപ്പനെയും കൊണ്ട് പോയിച്ച് അവസാനം തള്ളവരിൽ വെടിച്ച് അമുക്കി ഒപ്പുമൊക്കെ ഇടിയിപ്പിച്ച് ന്യൂട്രൽ ചെന്ന് കരവടച്ച രസീതും കൊണ്ട് ട്രങ്കിനകത്ത് വെച്ച്. ദൈവം പിടിക്കും നിന്നെ മാത്രമാണോ, നിന്റെ സന്തതിയെയും പിടിക്കും. കൈവെടിപ്പായിരിക്കണം. നീതിക്ക് നിരക്കാത്ത, ന്യായത്തിന് നിരക്കാത്ത ഒന്നും നമ്മുടെ കയ്യിൽ കാണരുത്. ന്യായമായിരിക്കണം. ദയാതൽപരനായിരിക്കണം. സഹജീവികളോട്, മറ്റുള്ളവരോടൊക്കെ ഒരു ദയ, അനുകമ്പയൊക്കെ വേണം. വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക്, 5:30 നിർമ്മാല്യ ദർശനത്തിന് പോകുന്നവർക്ക്, 5:30 കുർബാനയ്ക്ക് പോകുന്നവർക്ക്, എന്തിക്കോസുകാർ 10 മണിക്ക് തമ്പേർ കൊടുത്തോണ്ടാ. നിങ്ങളോട്, എല്ലാവരോടും, ഇങ്ങനെയുള്ളവരോടാ കൂടുതലും. കമന്ന് കടന്ന് പ്രാർത്ഥിക്കുന്ന പുള്ളിക്കാരോട് ആരാന്നറിയാം. ന്യായമുണ്ടായിരിക്കണം, ദയാതൽപരരായിരിക്കണം.
സഹജീവികളോട്, സഹ പ്രവർത്തകരോട്, മറ്റുള്ളവരോടൊക്കെ അത് മതം നോക്കിയല്ല, ജാതി നോക്കിയല്ല, ദയ ഉണ്ടായിരിക്കണം. രാവിലെ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ നമ്മുടെ വീട്ടിൽ കട്ടൻ ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതൊരു മര്യാദയാണ്, സാമാന്യ മര്യാദയാണ് നമ്മുടെ കേരളത്തിലെ രീതി അനുസരിച്ച്. ഇത് 3/4 മണിക്കൂർ വർത്താനം പറഞ്ഞാലും ഒരു കട്ടൻ കൊടുക്കുകയില്ല. പറഞ്ഞ് അവിടെ തൊണ്ട അവർ 3 പ്രാവശ്യം എന്നാലും കൊടുക്കുകയില്ല. എല്ലാവരുടെയും കാര്യമല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇടയ്ക്ക് ചോദിക്കും കുടിച്ചായിരിക്കും വന്നായില്ലയോ. ഉച്ചസമയത്ത് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആണെങ്കിലും കഴിച്ചില്ലെങ്കിൽ അവർക്ക് കൊടുക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ പ്രമാണങ്ങൾ. ശത്രുവിന് വിശക്കുന്നൊക്കെ തിന്നാൻ കൊടുക്കണമെന്നാ പ്രമാണം. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യമോ? അപ്പോൾ ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിട്ടിരിക്കണം. പിന്നെ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ വിനയവും താഴ്മയും ഉണ്ടായിരിക്കണം. അഹങ്കരിക്കരുത്, ഡെമ്പ് കാട്ടരുത്, ശാഠ്യം ഉണ്ടായിരിക്കരുത്. ദൈവസന്നിധി താഴണം. ദൈവം നന്മ തരുന്നതനുസരിച്ച് വിനയപ്പെട്ടോണം. അർഹിക്കാത്ത നന്മകളാ ദൈവം നമുക്ക് തരുന്നത്. അപ്പോൾ ഒന്നുകൂടെ വിനയത്തോടും എളിമയോടും മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്നുമൊക്കെ എണ്ണണം. ഞാനെപ്പോഴും അത് ജാതിയും മതവും നോക്കിയൊന്നുമല്ല ഇടപെടേണ്ടത്. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, മൂത്തവരെ പേരൊന്നും വിളിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ അടുക്കളയിൽ പണിക്ക് വരുന്നവരായിരിക്കും, പറമ്പിൽ പണിയാൻ വരുന്നവരായിരിക്കും. പ്രായമുള്ള അപ്പച്ചനോ അമ്മച്ചിയോ കൊച്ചുങ്ങളെ കൊണ്ട് പേരൊന്നും വിളിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇച്ചിരി കാശുമൊക്കെ കാണും, വലിയ പുള്ളിക്കാരായിരിക്കും, ചെറുതിനേലെ മെയിൻ കുടുംബമായിരിക്കും. പക്ഷെ അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. പ്രായമുള്ളവർ വരുമ്പോൾ ഒന്ന് എഴുന്നേക്കണം. അതൊക്കെ സാമാന്യ മര്യാദപ്പെട്ട കാര്യമാണ്. ഇതൊന്നും ഇപ്പൊ പറഞ്ഞാൽ ഒന്ന് ഏക്കുകയല്ല. ആരോട് പറയാനായതപ്പാ കോതമംഗലം. പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാം, പെൺപിള്ളേര് അമ്മയോ മരുമക്കളോ മക്കളോ പെൺപിള്ളേരൊക്കെ വാതുക്കലിരിക്കുമ്പോൾ, ഇന്നത്തെ പോലെ റോഡ് സൗകര്യം ഒന്നുമില്ലല്ലോ, വാതുക്ക കൂടെ പുരുഷന്മാർ അല്ലെ പ്രായമുള്ള അപ്പച്ചന്മാർ നടന്നു വരുമ്പോൾ അമ്മമാർ പറയും എടി എഴുന്നേക്കാൻ, 2 ആണുങ്ങൾ വരുന്നു, എഴുന്നേക്കാൻ പറയും. ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ? എന്നെ ഇങ്ങനെ ഇരിക്കുന്നത് പ്രായമുള്ള നമ്മുടെ ബന്ധുക്കാരൊന്നുമല്ല. വഴിയെ കൂടെ ഒരു പുരുഷൻ നടന്നു പോയ അമ്മമാർ പറയും ഡെഡി ആണുങ്ങൾ ആരാണ്ട് വരുന്ന, എഴുന്നേക്കാൻ പറയും. ഉടനെ എഴുന്നേറ്റ് നിൽക്കും. അതൊരു ബഹുമാനമാണ്. ഇന്നെങ്ങാനും ആരേലും വരികയാണെ കുറച്ചുകൂടെ പൊക്കത്തോട്ട് കയറിയിരിക്കും. അവൻ നേരെ കണ്ടെത്തി ചാടുകയുള്ളൂ. അയ്യോ അവിടെ 2 പെണ്ണുങ്ങളുണ്ട്, അതിലേ പോകണ്ട, നമുക്ക് ഇതിലേ പോകാമെന്ന് പറയും. കാലം അങ്ങനെ ആയിപ്പോയി. ഒരു വല്ലാത്ത കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പരസ്പരം ബഹുമാനിക്കത്തില്ല, ആദരിക്കുന്നില്ല. പ്രായമുള്ളവരോട് യാതൊരു കാരണയില്ല. പണ്ട് പ്രായമുള്ളവരുണ്ടെങ്കിൽ സംസാരത്തിനൊക്കെ വളരെ ശാന്തതയാണ്. കേട്ടിട്ടില്ലയോ എടി ഇച്ചാൻ അവിടെ ഇരിക്കൊണ്ട് പതൊക്കെ പറയാൻ പറയും. ഇന്ന് ഇച്ചായനോട് അമ്മച്ചി പറയാം മിണ്ടാതിരിക്കും, പിള്ളേരെ അവിടെ ഇരിക്കുന്നു. നേരെ തലതിരിഞ്ഞല്ലോ. പണ്ട് വണ്ടമേടി ആ കൊച്ചൻ നേരെ നിന്ന് പ്രസംഗിച്ചിട്ട് ആരുമില്ല. പുള്ളി ഉടനെ തോളെ കിടന്ന് ഉത്തരിയാൻ ചുരുട്ടിയേച്ച് ചിമ്മാടാക്കി താഴോട്ട് വെച്ച് തലയും കുത്തി നിന്ന് 4 രണ്ടും ഇങ്ങനെ അല്ലേലിയാ പറഞ്ഞപ്പോൾ എല്ലാവരും ഓടിക്കൂടി. പുള്ളി പറഞ്ഞു ഇങ്ങനെ ആ ലോകം നേരെ നിന്നാ ഏക്കുകയല്ലെന്ന് പറഞ്ഞു. വല്ലാത്ത കാലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നില്ലല്ലോ. ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് പറയാ, മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് വായിക്കുമോളെ. ന്യായം പ്രവർത്തിപ്പാൻ, 1 ന്യായം പ്രവർത്തിക്കണം, 2 ദയാതൽപരനായിട്ടിരിക്കണം, പിന്നെ 3 നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു താഴ്മയോടെ നടക്കണം. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലൊരു ശ്വാസമാണ്. അതുകൊണ്ട് ഭയത്തോടെ ഭക്തിയോടെ വിനയത്തോടെ വേണം ദൈവത്തെ ഭജിക്കാൻ. അതെ, ആ ഭാഗം അങ്ങ് വിടുകയാ. ദൈവത്തിന്റെ മകത്ത്. അപ്പൊ സുവിശേഷം എന്താ? സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. ഇത് രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തിയാ. സുവിശേഷം നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്റെ തലമുറയെ രക്ഷിക്കും, നിന്റെ ജീവിതത്തെ രക്ഷിക്കും. നാശത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. എന്തുവായി രക്ഷ? സാധാരണ എല്ലാവരും പറയുന്നത് ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക, ശിക്ഷ എന്നുള്ള വിടുതല. എന്താ ശിക്ഷ? ശിക്ഷ എന്ന് പറഞ്ഞാൽ നിത്യമരണം. ആ മരണം എന്തോ? അത് തീപ്പൊയ്ക. ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക, അജാകാത്ത പുഴുവും കെടാത്ത തീയും. അത് വല്ലപ്പോഴും കത്തുകയല്ല, രാവും പകലും. രാപകൽ, അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം. രാപകൽ ദൈവത്തിന് മഹത്വം. അപ്പൊ രാപകൽ ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക.
ആ തീപ്പൊയ്കയിൽ നിന്ന്, അഗ്നി നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. അതിന് 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, എണ്ണ കൊടുക്കണ്ട, തിരി കൊടുക്കണ്ട, ഏത്തക്കല കൊടുക്കണ്ട, ആടിനെ കൊടുക്കണ്ട, കോഴിയെ കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട, വസ്തു കൊടുക്കണ്ട, സ്വോത്രകാഴ്ച ഒന്നും കൊടുക്കണ്ട. ആ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എൻ്റെ യേശുവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് ഇന്ന് രാത്രി എൻ്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു ക്രിസ്തു രക്ഷിക്കും. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടും, രാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോ ഏറ്റു പറയുവീൻ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോ പറയുവിൻ. ആ പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ആമേ, ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ആമേ, രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ആമേ, രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. എന്താണ് സുവിശേഷം? സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. എത്ര പേരെ രക്ഷിച്ചു. ഇനിയും രക്ഷിക്കുവാൻ ഈ മാർഗം ശക്തിയുള്ള മാർഗമാണ്. അതുകൊണ്ട് സുവിശേഷം യേശുക്രിസ്തു. അതെന്താ നല്ല വാർത്ത? എന്താ നല്ല വാർത്ത? യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് നല്ല വാർത്തയാ. അവിടുത്തെ ജനനം നല്ല വാർത്തയാ. അതല്ലേ ജനിച്ചപ്പം ദൂതന്മാരുടെ ഗാനാലാപം. ആ ഗാനാലാപത്തിലുമൊക്കെ വന്ന് പറയുക, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അതാ സുവിശേഷം. അല്ലാതെ നാളെ രാത്രിയിലല്ലേ മറ്റന്നാള് അടിച്ച് പെരുക്കിയേച്ച് റോഡിൽ കിടക്കുന്നതല്ല സുവിശേഷം. യേശു ജനിച്ചു, അതിന് നിനക്കെന്നാ? യേശു ജനിച്ചെന്ന് എവിടാ കിടക്കുന്നത്? ഓടയില്. അപ്പുറേ കയ്യാലേ ഇപ്പുറേ ഓടയാ നിന്റെ ഇടയ്ക്ക്. ഉടനെ നമ്മൾ ചോദിക്കും, പുള്ളി ഞങ്ങളുടെ ഇടവകയിലെയാന്ന്. ഇടയ്ക്കകത്താ. കയ്യാലയ്ക്കും ഓടയ്ക്കും അതാ ഇടവക. പണ്ട് ഞാനൊരു അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇപ്പം എവിടാന്ന് ചോദിച്ചു. ഏത് ഇടവകയിലാന്ന് ഞാൻ ചോദിച്ചു. അച്ഛൻ പറയും, ഓ ഞാനിപ്പോൾ ഇടവകയിലൊന്നുമല്ല, ഈ വകയുടെ എല്ലാ ഇടയിലാന്ന്. ഈയിടെ ഞാൻ അച്ഛനെ കണ്ടു. നല്ലൊരു മനുഷ്യനാ, രസികനാ. കാവാലത്ത് പണ്ട് ഇരുന്നതാ. അപ്പോൾ പിന്നീടാ ഞാൻ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കണ്ടത്. ഞാൻ അച്ഛൻ ഇപ്പം ഏത് ഇടവകയില? ഓ ഞാൻ ഇടവകയിലൊന്നുമല്ല, ഈ വകയുടെ അല്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനം നമുക്ക് നല്ല വാർത്തയാ. അതെന്നാ? സകല ജനത്തിനും സന്തോഷം തരുന്ന വാർത്ത. മരണവും നല്ല വാർത്തയാ. യേശുക്രിസ്തുവിന്റെ മരണം ഒരു നല്ല വാർത്തയാ. നിങ്ങൾ ചോദിക്കും, മരണം എങ്ങനെയാ നല്ല വാർത്തയാകുന്ന? മരണം നല്ല വാർത്തയല്ല മറ്റുള്ളവരുടെ. സുവിശേഷത്തിന്റെ വിശേഷത യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാ. അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തത് കൊണ്ടാണ് നമുക്ക് ഈ രക്ഷ കിട്ടിയത്. യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാ. ജനനം പോലെ തന്നെ വിശേഷപ്പെട്ടത് അവിടുത്തെ തിരുമരണം. ഞാൻ ഒരു കാര്യം പറയാം, യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി പ്രസംഗിക്കുന്നത് പോലെ വേറെ ആരുടെയും മരണത്തെ പറ്റി പറയുന്നില്ല. ഇവിടെ ജനിച്ച അനേക ഉലക മഹാന്മാരൊക്കെ ഒത്തിരി പേര് മരിച്ചു. മുട്ടറ്റമുള്ളൊരു ഒരു വസ്ത്രം ധരിച്ച്, ഒരു ശരണാന്തലും പിടിച്ച്, ഒരു വടിയുമായിട്ട് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമാകുന്ന ബ്രിട്ടീഷുകാരോട് വാളെടുക്കാതെ പൊരുതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ മഹാത്മജി മരിച്ചു. ഒരുത്തന്റെ വെടിയേറ്റാ മരിച്ചത്. നല്ല വാർത്തയാണോ? അല്ല. ഇന്ത്യ മുഴുവൻ ദുഃഖമായിരുന്നു. ഇന്ദിരാഗാന്ധി മരിച്ചു. നല്ല വാർത്തയാണോ? അംഗരക്ഷകന്റെ വെടിയേറ്റാ മരിച്ചത്. നല്ല വാർത്തയല്ല. രാജീവ് ഗാന്ധി മരിച്ചു.
ശ്രീപെരുമ്പത്തൂര് വെച്ച്. നല്ല വാർത്തയല്ല. ഇവിടുത്തെ രാജാക്കന്മാർ പലരും നാട് നീങ്ങി. ചിത്തരിതന അടക്കമുള്ള സകലരും. നല്ല വാർത്തയാണോ? നാട് നീങ്ങി. സാമൂതിരിമാര് മരിക്കുമ്പോൾ പറഞ്ഞ തീപ്പെട്ടെന്നാ, തീപ്പെട്ട്. വലിയ വലിയ ആൾക്കാർ മരിക്കും പറഞ്ഞ കാലം ചെയ്തെന്ന്. ഒരാൾ പറഞ്ഞ് കാലം ചെയ്തതാന്ന്. കാലനായതല്ല, അങ്ങനെ. അതാ ശരി. അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ സ്ഥിതിയും സ്റ്റാറ്റസും പൊസിഷനും പണത്തിൻ്റെ കൊടുപ്പും അനുസരിച്ച് ആ പത്രത്തിൽ അതിൻ്റെ പ്രയോഗം വരുന്നത്. വേവിച്ചൻ ചാത്തു, കാശില്ലായിരുന്നു. തങ്കച്ചൻ മരിച്ചു, ഇച്ചിരി കാശുണ്ട്. തങ്കച്ചാൻ്റെ കാര്യമല്ല പറഞ്ഞ്, പേടിക്കുമെന്ന്. ഇപ്പൊ ചാകത്തൊന്നുമില്ല, പുള്ളി ഇന്ന് ഞെട്ടുന്നു. അല്പം കൂടെ മെച്ചപ്പെട്ടവരെ ആണെങ്കിൽ അങ്ങനെയൊക്കെയാ. പക്ഷേ ഇവരെല്ലാവരും മരിച്ചു. അതെല്ലാം ദുഃഖമാണ്. ശ്രീനാരായണ ഗുരു മരിച്ചു, സമാധി. അയ്യങ്കാളി മരിച്ചു, പണ്ഡിറ്റ് കറുപ്പൻ മരിച്ചു, വൈകുണ്ഠസ്വാമികൾ മരിച്ചു, NSSന്റെ അവൻ നേതാവായിരുന്നല്ലോ മന്നത്ത് പത്മനാഭൻ അവർകൾ, അദ്ദേഹം മരിച്ചു. പൊയ്യാൽ അപ്പച്ചനും മരിച്ചു. എല്ലാവരും മരിച്ചു. ഈ മരണമൊന്നും അവരുടെ അനുയായികൾക്കോ വേണ്ടപ്പെട്ടവർക്കോ അവരോട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനകൾക്കൊന്നും സന്തോഷം തരുന്നതല്ല, ദുഃഖമാണ്. പക്ഷെ യേശുക്രിസ്തുവിന്റെ മരണം നമുക്ക് സന്തോഷം തരുന്നതാണ്. അതെന്താ യേശു ക്രിസ്തുവിന്റെ മരണം സന്തോഷം തരാൻ കാര്യം? അവിടുന്ന് മരിച്ചത് കൊണ്ടാ എനിക്ക് നിങ്ങൾക്ക് രക്ഷയുണ്ടായത്. ഈ മരണം പ്രസംഗിക്കുന്നത് പോലെ വേറെ ആരുടെയും മരണം പ്രസംഗിക്കുന്നില്ല. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ മഹാത്മജി മരിച്ച ആ ദിവസം മനോരമയുടെ ഒരു പേജിൽ ഒരു കോളത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കാണും, മരിച്ച ദിവസം. അന്നാ മിക്കവരും ഓർക്കുന്നത്. ബാക്കി 364 ദിവസവും ഓർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നൊന്നും ഓർക്കും. ഒരു പാട്ടുമൊക്കെ ഇടും, രഘുപതി രാഘവ, അങ്ങനെ ഒരു പാട്ടില്ലേ? ഓ, ഞാൻ മറന്നുപോയി. മോനറിയാമോ? ഒന്ന് പാടിക്കോ ഒരു വരി. അത് പാടിയ കൃപയൊന്നും പോകുകയല്ല. ഒരു വരി പാട്. രഘുപതി മതി 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 മതി. അപ്പൊ അന്നേ ദിവസം ഇതൊന്നും ഓർക്കും. മഹാത്മാക്കളെല്ലാം മരിച്ച ദിവസം, ഒറ്റ ദിവസം അന്ന് എല്ലാവരും ഓർക്കും. ഒരു ഫോട്ടോ വെക്കും, ഒരു പൂമാല ചാർത്തും. ചിലരിപ്പം അവിടെ ഒരു മീറ്റിംഗ് നടക്കും, അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് അയവറക്കും. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത ക്രൈസ്തവര് എന്നും ഓർക്കും. അതാ ഈ മരണത്തിന്റെ വിശേഷത. ഇതുപോലെ എല്ലാ ദിവസവും ഓർക്കുന്ന മരണം ആരുടെ മരണമാണ്? എല്ലാവരുടെ മരണം ഓർക്കുമോ? നിങ്ങളുടെ അപ്പം മരിച്ചിട്ട് പോലും എല്ലാ ദിവസവും ഓർക്കുന്നില്ല. അയ്യോ, ഇന്നാ അച്ചായൻ ചേടുത്തി വിളിച്ച് പറഞ്ഞു, എടീ കുഞ്ഞന്നാമ്മേ, ഇന്നാ നമ്മുടെ അച്ഛൻ. ആന്നോ? യോ, എൻ്റെ ദൈവമേ, എൻ്റെ അച്ഛൻ. അന്നാലും ഒരു മുഖം ചുളുക്കി, ഒരു ചളിച്ച, യോ എൻ്റെ അങ്കമ്മേ, ഞാൻ അറിഞ്ഞില്ല, ഇന്നാ നീ പറഞ്ഞത് കാര്യമായിടി. അന്ന് ആരെയാലും പറയുമ്പോഴാണ് ചിലർ ഓർക്കുന്നത്. നമ്മളെ ജനിപ്പിച്ച അപ്പൻ മരിച്ച ദിവസം അന്ന് ഓർക്കും, അമ്മ മരിച്ച ദിവസം അന്നൊന്ന് ഓർക്കും. ചിലർ അതും ഓർക്കാത്തവരുണ്ട്. മരുമക്കളാണ് പറയും, അയ്യോ പോയി കിട്ടിയല്ലോ. അങ്ങനെയുള്ളവരും ഉണ്ട്. ഇതിനകത്തും കാണും. പമ്മി ഇരിക്കുക തലേ തുണിയിട്ട്. എനിക്ക് ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അറിയാം, ഏറെക്കുറെ പിടി കിട്ടും. പിന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാം മരിച്ച ദിവസം ആ ദിവസം ഒന്ന് ഓർക്കും അന്ന്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത എന്നും ഓർക്കും. എന്നും പ്രസംഗിക്കുകയല്ലേ ഈ മരണത്തെ പറ്റി, മറ്റുള്ളവരുടെ മരണത്തെ പറ്റി എന്നും ആരാ പ്രസംഗിക്കുന്നേ? എന്നും പ്രസംഗിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പം ഈ കേരളത്തിൽ ഒരു 100-150 സ്റ്റേജിൽ യേശുവിന്റെ മരണം പ്രസംഗിക്കുക. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും യേശുവിന്റെ മരണം പ്രസംഗിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അതാ ഈ മരണത്തിന്റെ വിശേഷത. മാത്രമാണോ ഞായറാഴ്ച അങ്ങോട്ട് ആലയത്തിലോട്ട് ചെല്ലുമ്പോഴേ മരണത്തെ ഓർപ്പിക്കുന്ന തിരുമേശ ഒരുക്കി വച്ചിരിക്കുക. പള്ളികളിലെല്ലാം കുർബാന. എന്തുവാ ഇത്? യേശുവിന്റെ മരണത്തെ ഓർപ്പിക്കുക. ഇതുപോലെ മരണത്തെ പ്രസംഗിക്കുന്ന, മരണത്തെ ഓർക്കുന്ന, മരണത്തെ പറ്റി വിസ്തരിക്കുന്ന വേറെ ആരുടെ മരണമാ? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം.
മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാത മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവ ജാത നിനക്കീ വേദന വരുത്തി വെച്ചത് നീരഞ്ഞാനയ്യോ നിനക്കീ വേദന വരുത്തി വെച്ചവൻ നീജന്യാനയ്യോ. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാ. ഞാൻ അധികം വിവരിക്കുന്നില്ല, സമയത്തെയും കൂടെ ഭയപ്പെടുന്നത് കൊണ്ടാ. എന്ത് ചെയ്യാ ജോജി പാസ്റ്റർ, നമുക്കൊരു 9:15 വരെ എടുക്കാമോ? കുഴപ്പമില്ലല്ലോ. ആ സ്തോത്രം. ജോജി പാസ്റ്റർ ഉണ്ടായിട്ടെന്ന് തോന്നുന്നു, എന്തിയോ കാണുന്നുമില്ല. എവിടാന്ന്? ആ 9:15 വരെ എടുക്കട്ടെ, അതോ 9:30യോ? എത്ര എടുത്താലും പുള്ളിക്ക് വിഷയമില്ല. ദൈവത്തിന് മഹത്വം. വേഗത്തിൽ നിർത്താം. ഇത് നല്ല വാർത്തയാ. യേശുക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്ത, അവിടുത്തെ തിരുമരണം നല്ല വാർത്ത, അവിടുത്തെ ഉയർപ്പ് അത് നല്ല വാർത്തയാ. അവിടുന്ന് ഉയർത്തില്ലാതെ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാ, നമ്മുടെ പ്രസംഗവും വ്യർത്ഥം. ചുമ്മാ കണ്ടക്ഷോഭം ചെയ്യാന്നേ ഉള്ളൂ. യേശുക്രിസ്തു ഉയർത്തു. മറ്റു മഹാന്മാരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഞാൻ പോയിട്ടില്ലെങ്കിലും പോയിട്ട് വന്നവർ പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പറയും, അവനിവിടെ ഇല്ലെന്ന്. ഉയർത്തെഴുന്നേറ്റു. സകല ആൾക്കാരും മരിച്ചു മണ്ണോട് മണ്ണായപ്പോൾ 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവനേ ഉള്ളൂ, നസറായനാകുന്ന യേശുക്രിസ്തു. അതുകൊണ്ട് ഇത് വിശേഷപ്പെട്ട മാർഗമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഓടിച്ച് അവസാനിപ്പിക്കുക ആ ഭാഗം. ഒന്ന്, ഇത് രക്ഷ തരുന്ന മാർഗമാണ്. ഇന്ന് രാത്രി സകലർക്കും രക്ഷ തരുന്ന മാർഗമാണ്. ഒരു വിഭാഗക്കാർക്ക് മാത്രമല്ല, ഒരു സമുദായത്തിലുള്ളവർക്ക് മാത്രമല്ല, ഒരു ഏരിയയിലുള്ളവർക്ക് മാത്രമല്ല, സകല മനുഷ്യർക്കും രക്ഷ തരുന്ന മാർഗമാണ് സുവിശേഷം. ഇത് രക്ഷയ്ക്കായി ദൈവശക്തി മാത്രമാണോ സുവിശേഷത്തിന്റെ വേറൊരു വിശേഷത? ഒരു വാക്യം ഒന്ന് വായിച്ചേ, ഒരു വാക്യം. ദൈവത്തിന് മഹത്വം. തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചേ. നല്ല പദമാണ്. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും. മതി, ഒന്നുകൂടെ വായിച്ചേ ദൈവദാസി. ഇപ്പോൾ മരണം നീക്കുകയും പിന്നെ സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും. അപ്പൊ ശ്രദ്ധിച്ചേ, സുവിശേഷത്തിന്റെ 2-ാമത്തെ വിശേഷത മരണം നീക്കി ജയം തരുന്ന മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, മരണഭീതികളാൽ, ചിത്തഭ്രമങ്ങളാൽ, ആകുല ചിന്തകളാൽ ഇന്ന് രാത്രി ആരെങ്കിലും വലയുന്നെങ്കിൽ ഈ സുവിശേഷത്തിന്റെ വിശേഷത മരണഭീതികളെ മാറ്റി, ചിത്തഭ്രമങ്ങളെ മാറ്റി, ആകുല ചിന്തകളെ മാറ്റി നിനക്ക് സമൃദ്ധിയായ ജീവൻ തരുന്ന മാർഗമാണ് സുവിശേഷം. സ്തോത്രം. ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് സൂചന വരുന്നതുകൊണ്ട് ഓടിച്ചങ്ങ് വിടുക. സുവിശേഷത്തിന്റെ വിശേഷതയാ. ഒന്ന്, ഇത് രക്ഷ തരുന്ന മാർഗം. 2, മരണം നീക്കി ജീവൻ തരുന്ന മാർഗമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം ഇവിടെ അതിനെ ഇപ്പോൾ ഒക്കുവുള്ളൂ നേരം. ഒരു കാര്യം കൂടെ പറയാം. എഫേസ്യ ലേഖനം 6:14-15 ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 6:14. എന്താ സുവിശേഷത്തിന്റെ വേറൊരു വിശേഷത? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷത്തിനായി. സമാധാന സുവിശേഷം. അപ്പൊ സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടെ എല്ലാവരും സമാധാനമായിട്ടായിരിക്കുന്നത്. എന്തോ ഒരു സമാധാനം. പ്രശ്നമില്ലാഞ്ഞിട്ടാണോ? ഇതിനകത്ത് കടമുള്ളവരുണ്ട്, കൈ പൊക്കിക്ക. കടമുള്ളവര് മുഴുവൻ അതാ. ആയിക്കോട്ടെ, എന്നാലും സമാധാനത്തോടിരിക്കുക, ഇല്ലേ? രോഗപീഠകളുള്ള ഏതെങ്കിലും രോഗമുള്ളവർ കൈ പൊക്കിക്കേ. അതും മുഴുവനും അത് തന്നെ. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കിക്കേ, നിങ്ങളെ കണ്ടാൽ അങ്ങനെ പറയുകയില്ല. അതെന്നാ? അതായി സമാധാനം. 2 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കടമുള്ളവർ കാണും. ജീവിത പ്രാരാബ്ധമല്ലേ. പക്ഷേ ഞങ്ങളെ കണ്ടാൽ അതൊന്നും പറയുകയല്ല. ഞാൻ എന്നോടൊരിക്കലും ഒരാൾ പറഞ്ഞു ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യണമെന്ന്. ഞാൻ ചോദിച്ചാൽ എന്തുവാ? ഒരു 10 ലക്ഷം രൂപ തരണമെന്ന്. ഇന്ന് ചെറിയ ഹെൽപ്പ് ഇല്ലെന്ന് പറഞ്ഞ അയാൾ വിശ്വസിക്കുകയല്ല.
ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മകത്ത് ഞാനൊന്നും വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരു നല്ല വീട് ചിലപ്പോൾ കണ്ടെന്ന് വരികയില്ല. പക്ഷേ ഇരിക്കുന്ന കണ്ടാൽ പറയുമോ അംബാനിക്ക് ഇതുപോലെ സന്തോഷമില്ലല്ലോ? ഇല്ല. ദൈവത്തിൻ്റെ മകത്ത് അതെന്നാ, ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. വാടക കൊടുക്കാനില്ലാത്തവർ കാണും, വീടില്ലാത്തവർ കാണും, 1 സെന്റ് ഭൂമി ഇല്ലാത്തവർ കാണും. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന, ഇപ്പം ജോർജ് പാസ്റ്റർ ചിന്തിക്കുന്ന 7 ദിവസത്തെ യോഗമായി ഇതെങ്ങനെ തീർക്കുമെന്നോർത്ത് പുള്ളി അവിടെ നിൽക്കുന്നെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട്. ഇവരെ എങ്ങനെ പറഞ്ഞു വിടും? ഇതെല്ലാം പുള്ളിക്ക് ചിന്താഭാരമുണ്ട്. എനിക്ക് ആ നിപ്പുമൊക്കെ കാണുമ്പോൾ അറിയാം, കയ്യും കെട്ടിക്കാട്ട പുറകെ നിൽക്കുന്ന പാവത്താന്. അപ്പൊ എന്താ ഇതിന്റെ കാര്യം എന്നാ? പക്ഷെ പുള്ളി അവിടെ സമാധാനത്തോടെ നിൽക്കുക. അതെന്നാ, ഇത് സമാധാനത്തിന്റെ മാർഗമാ. വെപ്രാളം പിടിക്കേണ്ട കാര്യമില്ല. തക്ക സമയത്ത് ദൈവം അത്ഭുതം ചെയ്യുന്നവനാ. യേശുനായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ, എന്തിനാകുലം കളരുന്നൻ മനമേ. നിൻ സഹായകനവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ, ലോകപോരിതിൽ അനുദിനം ജയമേ. യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലങ്ങുന്നൻ മനമേ. ക്രിസ്തു നമ്മുടെ സമാധാനം. അപ്പൊ ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ഉദാഹരണം, നമ്മൾ എവിടെയെങ്കിലും ചെന്നൊരു പരസ്യോഗം നടത്താൻ നിൽക്കുമ്പോൾ ചില മുക്കിനോ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞ കോണിലാണ് മിക്കവരും നിൽക്കുന്നത്. മിക്കവരും നടത്തുന്ന ആരും കേൾക്കരുതെന്നും പറഞ്ഞാൽ ഒരു ചെറിയ മൈക്കും എടുത്തുകൊണ്ട് പോകും. അവിടെ അടുത്ത് നിൽക്കുന്നവന് പോലും തിരിയത്തില്ല, കേൾക്കും, തിരിയുന്നില്ല അതിനാണെന്നൊന്നും. എന്നാലും അങ്ങ് നടത്തുക. പിന്നെ അവസാനം പറയും ഞാൻ കഴിഞ്ഞ വർഷം 350 പരസ്യവും നടത്തി, ആർക്ക് ഗുണമായി? അപ്പുറം നിൽക്കുന്നവന് പോലും കേൾക്കാൻ മേല. അലിയ എന്ന് പറഞ്ഞപ്പോൾ അളിയാന്ന് അവന് തിരിഞ്ഞത്, അതാ മൈക്ക്. പിന്നെ കാര്യങ്ങൾ പറയും ഇത്ര നടത്തിയെന്ന്. ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ചിലയിടത്തൊക്കെ നമ്മൾ ഇങ്ങനെ പരസ്യവും നടത്തുമ്പോൾ ചില ഈ പരിജ്ഞാനമില്ലാത്ത ചിലരെ അവൻ ആ പൊടിമീശയൊക്കെ ഒന്ന് പിരിച്ചേച്ച് ആ മുണ്ടുമൊക്കെ ഒന്ന് മടക്കി കുത്തി നമ്മളോട് ചിലരോട് പറഞ്ഞിട്ടുണ്ട്. ഉടനെ നമ്മൾ അവൻ്റെ കൊങ്ങായിക്ക് പിടിക്കാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും പോകുകയില്ല. ഉടനെ തന്നെ നമ്മൾ ആ ഉള്ള മൈക്കും പുസ്തകവും ട്രാക്റ്റുമായിട്ട് നമ്മൾ പോവുക. അതെന്നാ, ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. ഒരുത്തനാ വരുന്നത് ഞാഞ്ഞൂല് പോലായിരിക്കുന്നത്. നമ്മുടെ ചില ആൾക്കാർക്ക് ഇച്ചിരി ആരോഗ്യമുണ്ട്, വേണേ ഒന്നും പൊക്കി മാറ്റി നിർത്താനുള്ള കെൽപ്പുള്ളവരും ഉണ്ട്. എന്നാ ചെയ്യാത്ത? ഈ മാർഗം സമാധാനത്തിൻ്റെതാണ്. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ പിടിച്ചു കെട്ടുവാൻ കള്ളനെ, കൊള്ളക്കാരനെ, കൊലപാതകനെ പിടിച്ചു കെട്ടാൻ വരുന്നത് പോലെ വാളും വടിയും തീപട്ടിയും പന്തങ്ങളുമായിട്ട് വന്ന് അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ പിടിച്ചങ്ങോട്ട് യേശുവിനെ ആമനരെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ വാളെടുത്ത് പത്രോസ് വെട്ടി, മഹാപുരോഹിതന്റെ ദാസ്. അപ്പൊ യേശു പറഞ്ഞത് ഇപ്പുറത്തെ കാതുകൂടെ വെട്ടടാന്നല്ല, വാളുറയിലിട്. വാളെടുക്കുന്നവൻ വാളാലേ. യേശുവിൻ്റെ മാർഗം അവൻ്റെ കാതറുത്തിട്ടപ്പോൾ ആ കാതെടുത്ത്, എൻ്റെ ഭാഷയെ കാതെടുത്ത് ഫിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കാൻ വന്നവൻ്റെ വേദന ശമിപ്പിച്ചു. അതായി മാർഗം. എത്രയെത്ര സഭാകോളി കയറി ആൾക്കാർ ഉപദ്രവിക്കുന്നു, തിരിച്ചടിക്കുന്നുണ്ടോ? ഒന്നുമില്ല, സ്തോത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതെന്നാ ഈ മാർഗം സമാധാനത്തിൻ്റെ മാർഗം. അതുകൊണ്ടാണ്. അതേസമയം ഒരു പാർട്ടിക്കാരുടെ ഒരു കൊടി ഒന്ന് കീറിക്ക് വിവരം അറിയും. കൊടിയേലെങ്ങാനും തൊട്ടാൽ
കൊടി എന്തിനാ? ഒട്ടിച്ചടിക്കുന്ന പോസ്റ്റർ ഒന്ന് കീറിക്കേ, പിന്നെ കുടുംബം വെളുപ്പിക്കും. പക്ഷെ ഈ മാർഗത്തിന്റെ പ്രത്യേകത ഇത് സമാധാന മാർഗമാണ്. ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. നമ്മളെ അനാവശ്യം പറയുന്നവരുണ്ട്, തെറി പറയുന്നവരുണ്ട്, ആമേൻ തത്തിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്, എന്തെല്ലാം ഒന്നും തിരിച്ചു പറയുന്നില്ല. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അപ്പൊ എന്താണ് സുവിശേഷം? ഇത് രക്ഷയുടെ മാർഗമാണ്. എന്താണ് സുവിശേഷം? ദൈവത്തിന്റെ മഹത്വം. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ദൈവത്തിന്റെ മഹത്വം. ഒത്തിരി കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടതുണ്ട്, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. അങ്ങനെയുള്ള ഈ സത്യസുവിശേഷം, ആദ്യത്തെ 4 പുസ്തകം സുവിശേഷമാണ്. പിന്നീട് ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. പിന്നെ 21 ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. ഓടിച്ചവസാനിപ്പിക്കുക. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ആമൻ ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശുക്രിസ്തു ശ്രേഷ്ഠനാണെന്നും കൊണ്ട് തെളിയിച്ചു. അങ്ങനെ തെളിയിച്ച് അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു, അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു, മോശയേക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു, യോശുവായേക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു, ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു, അഗരോനേക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു, മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു, മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ഓരോ അധ്യായത്തിലും വെളിപ്പെടുത്തി 9-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പറയുക, അതിൻ്റെ 27, 28 ഒരു പ്രബോധനമായിട്ട് പറയും. ഈ എബ്രായ ലേഖനം മുന്നറിയിപ്പുകളുടെ ഒരു ലേഖനമാണ് കേട്ടോ. മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ഈ ലേഖനം എല്ലാവർക്കും വലിയ തൃപ്തിയൊന്നുമല്ല, കൂടുതൽ മുന്നറിയിപ്പാണ്. തന്നെയല്ലേ ലേഖനം എല്ലാവർക്കും വായിച്ചാലൊന്നും പിടികിട്ടുകയില്ല. അതുകൊണ്ട് ഇത് വായിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. പൗലോസിന്റെ ലേഖനമൊക്കെ വളരെ ഈടുറ്റതും കടുപ്പമുള്ള ലേഖനമാണ്. ആ ഭാഗത്തേക്കൊന്നും ഇപ്പം പോകുന്നില്ല. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 10-ന്റെ 10 ഒക്കെ പഠിക്കുമ്പോൾ ഇത് ഈടുറ്റതാ. ഇങ്ങനെയുള്ള ഈ ലേഖനത്തിൽ 9-ന്റെ 27-28 വാക്യത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല 3 കാര്യം പ്രധാനമായിട്ട്. 1, ഒരിക്കൽ മരിക്കും. 2, ഒരു ന്യായവിധിയുണ്ട്. 3, യേശുക്രിസ്തു വീണ്ടും വരും. ഇത് നിന്ന് മണിക്കൂറുകളൊക്കെ പ്രസംഗിക്കാൻ പറ്റിയ വിഷയമാണ്. ദൈവത്തിൻ്റെ മഹത്വം. എങ്കിലും ഇന്നത്തെ സമയത്തെയൊക്കെ കണക്കെടുത്ത് ഞാനങ്ങ് നിർത്തുകയല്ല, ഞാനങ്ങ് അടങ്ങുക. 1, ഒരിക്കൽ മരിക്കും. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവരോടും ദേശവാസികളോടും സമീപവാസികളുടെ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ഏവരോടും പറയുക, ഒരിക്കൽ മരിക്കും. അത് ദൈവം വെച്ച വ്യവസ്ഥയാ മരിക്കുക എന്നുള്ളത്. ഞാനെപ്പോഴും പറയും, മരിച്ചില്ലേ പ്രശ്നമാണ്. ഇപ്പൊ ഈ ലോകത്തിലുള്ള എല്ലാവരും മരിക്കാതെ ഇരിക്കുകയെന്നല്ലോ, അതും പ്രശ്നമാണ്. മരിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലയോ, കാലമില്ലാത്ത കാലം വരുന്നില്ല, അതുകൊണ്ട് ഒരെണ്ണം ചാകുന്നില്ല. എന്ത് പ്രശ്നമുണ്ടായി? മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. 500 വയസ്സുള്ള കിളവനാ കൊച്ചു കളിച്ചിരിക്കുക. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. ആ അപ്പൂപ്പൻ അവർക്കുണ്ട്. 500 ഉള്ള പുള്ളിക്ക് അപ്പൂപ്പനുണ്ടെന്ന്. കഞ്ഞിക്കും വകയില്ല. എന്തെങ്കിലും കഴിക്കാനുണ്ടായിരുന്ന ഇരുന്നാലും തരക്കേടില്ല. കഞ്ഞിക്കും വകയില്ല. വീടുകൾ ഓരോയിടത്ത് കുഞ്ഞുങ്ങൾക്ക് 8-10 പറയരി കൊണ്ടുപോരാ. 10-100 പറ വെച്ചാൽ മുതുക്കന്മാർക്ക് അതുകൊണ്ട് അങ്ങ് എത്രമാത്രം 2 തറ്റ് വിളമ്പുമ്പോൾ എത്തുമല്ല. ചാകാതിരിക്കുന്നതെല്ലാം കഞ്ഞി വിളമ്പുമ്പം വരും പമ്മി. അത് പ്രശ്നമാണ്. അപ്പം മരിക്കണം. ഒരിക്കൽ മരിക്കും. സകല എണ്ണവും മരിക്കും. എല്ലാവരും മരിക്കും. മരിച്ചേ ഒക്കുള്ളൂ. നമ്മുടെ ഇരിപ്പും ഭാവവും നോട്ടവും ഒക്കെ കണ്ടാൽ മരിക്കുകയല്ലെന്നും പറഞ്ഞാൽ പിന്നെ നിന്നിലും വലിയ പുള്ളി മരിച്ചു. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ എല്ലാവരും പോയി. കേരളത്തിൽ എത്രയോ പ്രഗത്ഭന്മാർ പോയി. എത്രയോ ആലുമൂട്ടി ചാന്നാർ പോയില്ലയോ? അന്നത്തെ കാലത്ത് കാറുള്ളത് പുള്ളിക്കാ. ഏതാ ഇവിടെ സ്ഥലപ്പേര് പറന്നു പോയല്ലോ. മുട്ടം ആലുമൂട്ടി ചാന്നാർ തിരുവിതാംകൂർ രാജാവിന് കാശ് കടം കൊടുത്ത പുള്ളിയാ. മനസ്സിലാകുന്നില്ലെന്നോ നെല്ലിയോ? അന്നത്തെ ഗവൺമെന്റിന് കാശ് പുള്ളി കടം കൊടുത്തെന്ന്. അങ്ങേർക്കേ ഉള്ളായിരുന്നു കാറ്. നമുക്ക് കാറുണ്ടായിരുന്നു, മഴക്കാറ്. അതാ നമ്മുടെ കാറ്. എന്നാലും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. അപ്പൊ ആലും മുട്ടിച്ചാന്നാരും മരിച്ചു ഇല്ലയോ? CPയെ വെട്ടിയ പുള്ളിക്കാരുണ്ടായിരുന്നു. CP രാമസ്വാമി അയ്യരെ വെട്ടി. ഓർക്കുന്നുണ്ടോ? മൂക്കുമൊക്കെ
പുള്ളി മരിച്ചു, CP മരിച്ചു, വെട്ടിയ പുള്ളിയും മരിച്ചു, എല്ലാവരും മരിച്ചു, മിടുക്കന്മാരെല്ലാം മരിച്ചു. ദാരാസിംഗ് മരിച്ചു. ജൂഡോ, ഞങ്ങളുടെ മൂത്തവൻ ജൂഡോ, അവനും തീർന്നു. ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്ന മഞ്ഞപ്പടി ജോസ്, പുള്ളിയും മരിച്ചു. പൊന്തമ്പുഴ ഉണ്ടായിരുന്ന കുഞ്ഞമ്പീലി, ആരോട് പറയാൻ, സകല എണ്ണവും മരിച്ചെന്ന്. മിടുക്കന്മാരെല്ലാം മരിച്ചല്ല, ആരാ മരിക്കാത്ത? നമ്മളെക്കാൾ പ്രഗത്ഭന്മാർ മിടുക്കന്മാരൊക്കെ മരിച്ചു, എല്ലാവരും പോയി. ഉരുക്ക് വനിതയെന്നറിയപ്പെട്ടവര്, ഉരുക്ക് മനുഷ്യനെന്നറിയപ്പെട്ടവര് എല്ലാവരും ഈ വഴി കടന്നുപോയി. ഈ വഴി എല്ലാവരും പോകണം. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ മധുരഗായകനാകുന്ന ദാവീദ് തൻ്റെ മകനാകുന്ന ശലോമോനോട് പറയുന്നൊരു പദമുണ്ട്, മോനെ സകല ഭൂവാസികളും പോയ വഴി കൂടെ ഞാൻ പോകാൻ പോവാ. വായിച്ചേ മോളെ, ദൈവദാസിയോ ആരേലും വായിര്, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വായിച്ചേ, പെട്ടെന്ന് വായിര്. ഇത് വേദപുസ്തകത്തിലുള്ള കാര്യമാണെന്ന് അറിയിക്കാനാ വായിപ്പിക്കുന്നത്. ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പം അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. അതാ അപ്പൻ മോനോട് പറയാ, മോനെ സകല ഭൂവാസികളുടെയും വഴിയായിട്ട് ഞാൻ പോവുക, ഞാൻ നിങ്ങളുമെല്ലാം ഈ വഴി പോകണം. നമ്മളൊരു പാട്ട് പാടുകല്ലേ, ഒരിക്കലേവനും മരിക്കും നിർണയം. പാടമ്മേ, ജാഗത്തൊന്നുമില്ല, പേടിച്ചിരിക്കുക തള്ള. ഒരിക്കലേവനും മരിക്കും നിർണയം, എല്ലാവരും ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ. ലോകേ ഒരിക്കലേവനും നിർണയമൊരുങ്ങെല്ലാവരും മരിപ്പാൻ. ഒരിക്കലേ ഏതവനും മരിക്കുവാൻ, ആ പാട്ടിന്റെ അർത്ഥം. മരണം നിശ്ചയമാ. കാശുള്ളവനും മരിക്കും, കാശില്ലാത്തവനും. അതല്ലേ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ ധനവാനും മരിച്ചു. അവൻ്റെ വാതുക്കൽ പടിവാതുക്കൽ വ്രണമൊക്കെ നിറഞ്ഞ നായ്ക്കളുമൊക്കെ നക്കിയ ആ ദരിദ്രനാകുന്ന ലാസറും. അപ്പം മരണം ധനവാനെയും പിടികൂടും, ദരിദ്രനെയും പിടികൂടും. എനിക്കിഷ്ടം പോലെ കാശുണ്ട്, ലക്ഷോറില്ല ട്രീറ്റ്മെൻറ്റ്, നിന്നെ അവിടെ ഇട്ട് പിടികൂടും. അല്ലേ പറഞ്ഞ എവിടെ വെച്ചാൽ മരിച്ച? ലക്ഷോറി വെച്ചായിരുന്നു, AC റൂമിനകത്ത്. AC റൂമിനകത്ത് കിടന്നാലും മരണം വരും. ചെറുതനയിലെ കയറുകെട്ടിലേക്ക് കിടന്നാലും മരിക്കും. കാശുള്ളവനും മരിക്കും, കാശില്ലാത്തവനും സകല എണ്ണവും മരിക്കും. മരണം സാർവത്രികമാണ് കേട്ടോ. ചെറുതനെ മാത്രമല്ല മരണം, അമേരിക്കയിലും മരണം നടന്നു. ഇന്നലെ ഒരാൾ വിളിച്ച് പറഞ്ഞ് ഇന്നയാൾ പോയെന്ന്. കാനഡയിലും ഉണ്ട് മരണം, ഓസ്ട്രേലിയയിലും. അമേരിക്കയെ പറ്റി പറയുന്ന ലോകത്തിലെ നമ്പർ 1 എന്ന്. അവിടെ എത്ര എണ്ണമാണ് മരിക്കുന്നത്? അവിടെ പിന്നെ അല്ലാതെ മരിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. കൊച്ചുങ്ങളുടെയൊക്കെ കൈ തോക്ക, ടിഷ്യൂ, അന്നേരം തീർന്നു. സ്കൂളിൽ കൊച്ചുങ്ങളങ്ങ് വെടിവെക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ഭാഗ്യവാന്മാരാ, വെടിയൊന്നും കൊണ്ട് ജാകാതെ വിടിയിരിക്കുന്നത്. അമേരിക്ക പോകാൻ കിടന്ന് ചക്രശ്വാസം വലിക്കുക. പോയ അമ്മാമ്മയോട് ചോദിരെങ്ങനാണ്. പിള്ളേരുടെ ഇടയിലൊക്കെ തോക്കുണ്ടെന്ന്. ഇഷ്ടപ്പെട്ടില്ലേ സാറിനെ? അയ്യോ, എന്നെ വർത്താനം പറ, തോക്ക് വേണോ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, സകല ആൾക്കാരെയും മരണം പിടികൂടും. മരണം സാർവത്രികമാണ്. ധനവാനും മരിക്കും, ദരിദ്രനും മരിക്കും, എല്ലാവരും മരിക്കും. മരണം നമ്മുടെ സമീപത്താ. അതെ, മരണം സമീപത്താ. ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. ദൂരമേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ
ധീരന്മാരായവരും ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കാകിലെന്തു കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ. കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്ന ഓർക്കാകിലെന്തു കഷ്ടമേ. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സമയത്തും മരണം നിന്നെ പിടികൂടും. ദൈവത്തിന് മഹത്വം. ഇനി എപ്പോഴാ മരണം? ഈ മരണം വരുന്നതിന് മുന്നേ ഒരു വ്യക്തിയെ മരണം കൊണ്ടുപോകുന്നതിന് മുന്നേ ലക്ഷണങ്ങളുണ്ട്. പിടിമരണങ്ങളുണ്ട്, അതിൻ്റെ കാര്യമല്ല ഈ പറഞ്ഞത്. അല്ലാതെ സ്വാഭാവിക മരണമൊക്കെ വരുന്നതിന് മുന്നേ ലക്ഷണമുണ്ട്. ആ ലക്ഷണം നമുക്ക് വേറെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വഴിയിലെ ഭീതി ഉള്ളതായിട്ട് തോന്നും, കയറ്റത്തെ പേടിക്കും, പിന്നെ അരയ്ക്കുന്നവര് ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും, പല്ല് കാണുകയല്ലെന്ന്. പല്ലൊക്കെ ഒത്തിരി പോകുമ്പോൾ ഓർത്തോണം പോകാറായി. പണ്ട് ഒറ്റക്കടിക്ക് അരിയുണ്ട പൊട്ടിച്ച അമ്മയാ. ഇപ്പം അമ്മയെ ഒരു അരിയുണ്ട വേണ്ട ഒച്ചയൊക്കെ പല്ലു വന്നും. അപ്പോൾ അങ്ങനെ ഓർക്കുമ്പോൾ ഓർത്തോണം പോകാറായെന്ന്. എന്നാലും ചെല്ലു പറയും കൊച്ചെ അത് ഇടിച്ചു പൊടിച്ച് കാപ്പിക്കകത്ത് കലക്ക്, എന്നാലും വിടുകയല്ല, ആഗ്രഹം കൊണ്ടേ. അപ്പം അരയ്ക്കുന്നവരെ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. കിളിവാതിലിൽ കൂടി നോക്കുന്നവരെ അന്ധന്മാരാ, കാഴ്ചയൊക്കെ പോകുമെന്ന്. അപ്പുറത്തെ വീട്ടിൽ ആരാവനെന്ന് ഇപ്പുറത്തെ തിണ്ണയിരുന്ന് കൃത്യം പറയുന്നത് അല്ലയാ. ഇപ്പൊ ആരാന്ന് പോലും ആരാന്നും അങ്ങോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഓർത്തോണം പോകാറായി. തെരുവിലെ കഥക് അടയും. നേരത്തെ നല്ല കേൾവിയായിരുന്നു. മരുമകളും മോനും അപ്പുറേ കിടന്ന് വർത്തമാനം പറയുന്നതിന് മറുപടി തള്ള ഇവിടെ കിടന്ന് പറയുക. ആണെന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. മരുമകളും മകനോട് പറഞ്ഞു നമുക്ക് നാളെ മൂന്നാറിന് പോകണേ. തള്ള പറയാ മൂന്നാർ വേണ്ടടാ, കൊടൈക്കനാലിൽ പോകാൻ, ഇപ്പറേ കിടന്നുണ്ട്. അവരെവിടെയെങ്കിലും പൊട്ട് തള്ളയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ പോരെ. അവരിങ്ങനെ പമ്മി കിടക്കുക. അങ്ങനെയുള്ള ഒത്തിരി കേസുകളുണ്ട്. ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ചിരി കണ്ടിട്ട് നിങ്ങൾ അനുഭവിച്ചവരാന്ന് തോന്നുന്നു. ഭാഷ ഒന്നുകൂടെ പറ, തള്ളയും വന്നിട്ടുണ്ട്, കേട്ടിട്ട് പോട്ടെ. അപ്പൊ തെരുവിലെ കഥകുകൾ അടയും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. ശബ്ദമൊന്നും കേൾക്കുകയല്ല. മാത്രമാണോ വെള്ളിച്ചിരടാറ്റ് പോകും പൊൻകിണ്ണം താണോ ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ബദാം വൃക്ഷം ഇപ്പം പൂത്തതേതാ പൂക്കാത്തതേതാ ഒന്നും അറിയില്ല. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. പൂത്തതൊന്നും ഇപ്പം അറിയത്തില്ല. പിന്നെ 2 മാസം കൂടും പറയാ പൂത്തതായിരുന്നോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഓർത്തോണം പോകാറായി. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അതാ ഇപ്പൊ ഇല്ല. 32 യുവാവിന് മുത്തിനോടൊത്ത ദന്തം. ആദ്യം അങ്ങനെ ആയിരുന്നു. 32 32 യുവാവിന് മുത്തിനോടൊത്ത ദന്തം. 32 യുവാവിന് മുത്തിനോടൊത്ത ദന്തം. ഡോക്ടർ പറിച്ചതും പട്ടതും നീക്കിയാൽ, ഡോക്ടർ പറിച്ചതും പട്ടതും നീക്കി ഏതാനും ഉണ്ടങ്ങുന്നതെങ്കിലും വര ബാല്യകാലത്തിലെ നിൻ സ്രഷ്ടാവിനെ ഓർക്കുകൊള്ളിൻ പ്രിയനെ. ബാല്യകാലത്തിലെ നിൻ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുകൻ പ്രിയനെ. ദുർദിവസങ്ങൾ നിനക്കണയാതെയും ദുർദിവസങ്ങൾ നിനക്കയാ ഇഷ്ടമില്ല കാലം വന്നു ചേരാതെയും ബാല്യകാലത്തിലെ നിൻ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുകൻ പ്രിയനെ.
32 യുവാവിന് മുത്തിനോടൊത്ത ദന്തം. 32 യുവാവിന് മുത്തിനോടൊത്ത ദന്തം. ഡോക്ടർ പറിച്ചതും പട്ടതും നീക്കിയാൽ ഡോക്ടർ പറിച്ചതും പെട്ടെന്നും. മതി, അത്രയും കേട്ടാ മതി. ഞാൻ പോയി കിടക്കുക, പല്ലുവൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ പോകുമ്പോൾ തീരുമ്പോൾ ഓർത്തോണം, പോകാറായി. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഒരു ദിവസം മരണം നിന്നെ പിടികൂടും. മരണം പിടികൂടുമെന്ന്. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വന്നത്. പണ്ട് ഞാൻ എപ്പോഴും പറയും, നാമം ജപിക്കുമ്പോൾ ഇങ്ങനൊരു വരിയുണ്ട്: കരളിൽ വിവേകം കൂടാതെ കണ്ട അരനിമിഷം പെത കളയരുതാരും മരണം മരുമിനി എന്ന് നനച്ചുക മരുവുക സതതം നാരായണ ജയാന്ന. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രന് സമമായി വാണിയിടുകിലും ഒന്നുരിയാടുവതിനിട കിട്ടാവന്നാൽ യമഭടന്മാർ വന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരക്ഷരം പോലും ഉരിയാടാൻ അനുവദിക്കാതെ നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട്. എൻ്റെ വീട് കാവാലത്ത്. അവിടെ ഹൈന്ദവ സ്നേഹിതന്മാർ ധാരാളമുണ്ട്, കത്തോലിക്ക സഹോദരന്മാരും ധാരാളമുണ്ട്. കാവാലം പള്ളി വലിയ പള്ളി, ഇഷ്ടംപോലെ ആൾക്കാരാണ്. തൊട്ടടുത്ത് ആ പുളുങ്ങുന്ന പള്ളി, അവിടെ എമ്പടിയാണ്. പിന്നെ ഇഷ്ടംപോലെ റോമൻ കാത്തലിക്സ്. ചങ്ങനാശ്ശേരി അതിരൂപതയാണ്. കുട്ടനാട്ടിലെ പ്രഗത്ഭമായ പള്ളികൾ ഒത്തിരി ഉണ്ട്. ചമ്പക്കുളം പള്ളി, ഇവിടെ അടുത്ത് എടത്തുവാ പള്ളി, പുളുങ്ങുന്ന പള്ളി, കാവാലം പള്ളി, കൈനകരി പള്ളി, ഇഷ്ടംപോലെ കത്തോലിക്കരായി. അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ മരണം നടക്കുമ്പം പോകാറുണ്ട്. സമയവും സന്ദർഭമൊക്കെ അനുസരിച്ച് പോകും. അപ്പോൾ പണ്ട് പാട്ട് പാടും. ഇപ്പം അത് കാസറ്റ് വയ്ക്കുക, റെക്കോർഡ് വയ്ക്കുകയാണ്. പക്ഷെ നല്ല വരിയാ. ഞാൻ ഒരു വരി പാടാൻ തെറ്റുകാന്നേ ക്ഷമിക്കണം, കേട്ടുള്ള പഠിത്തമല്ലേ. അപ്പോൾ ചിലപ്പോൾ അറിയാവുന്നവർ യോ അത് അങ്ങനെ അല്ലെന്ന് ചിലപ്പോൾ പറയും. അപ്പോൾ തെറ്റിയാൽ നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ ആ നല്ല പ്രയോഗമാണ്, നല്ല വരിയ. അറിയത്തില്ലയോ അത്? പിന്നെ ചൂട്ടാനൊക്കെ നല്ല വരിയ. ഞാനത് കേട്ട് നിൽക്കുന്നു, എനിക്കിഷ്ടമാണ് വരി. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമി ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഒരു ദിവസം മരണം നിന്നെ പിടികൂടും. മരണത്തിന് തണുത്ത കരം വന്ന് തപ്പുന്നതിന് മുമ്പ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു ജീവനുള്ള ദൈവം. ഒരു ദിവസം മരണം വരും, ഒഴിയാവതല്ല. അപ്പൊ ഒരിക്കൽ മരിക്കും. 2, ഒരു ന്യായവതിയുണ്ട്. എല്ലാവരെയും ന്യായം വിധിക്കും. ദുഷ്ടന്മാരെ ന്യായം വിധിക്കും, നീതിമാന്മാരെ ന്യായം. വാക്യങ്ങളൊക്കെ ഒത്തിരി എടുത്ത് പറയണം, ഞാനെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സമയമില്ലാത്തതുകൊണ്ടൊന്നും പറയുന്നില്ല. സകല പ്രവൃത്തികളും വെളിപ്പെടുത്തും. ശുദ്ധന്മാരെയൊക്കെ ദൈവം ന്യായം വിധിക്കും. നമുക്ക് ന്യായവിധി, നമുക്ക് ആ ന്യായവിധി ഉള്ളവർക്കെന്നാൽ നമുക്ക് ന്യായവിധി ഇല്ലെന്ന്. നമുക്കേ ഉള്ളു ന്യായവിധി. മറ്റുള്ളവർക്ക് ശിക്ഷാവിധിയാ, നമുക്ക് ശിക്ഷാവിധി ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ എന്നാ. ആ രക്ഷിതരായല്ലോ എന്നോർത്ത് തോന്നിയതുപോലെ ജീവിക്കരുത്. ഒരിക്കലൊരു ന്യായവിധിയുണ്ട്. അവനവന് ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം എല്ലാവരും കൊരിന്ത്യരോടാ പറഞ്ഞ നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ്. അവിടെ ചെല്ലും, അവിടെ ചെന്ന് ന്യായം പറയണം. ഏക്കാതെ വരുമ്പം എല്ലാം വെളിപ്പെടുത്തും. ഏക്കണം ഏറ്റി നോക്കുള്ളൂ. പക്ഷെ ഏത്തില്ലെങ്കിൽ എന്നാലും വെളിപ്പെടുമല്ല, എല്ലാം നല്ല തെളിച്ച് വെളിപ്പെടും. ദൈവത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് ജീവിക്കുമ്പോൾ വിശ്വസ്തരും വിശുദ്ധരും നീതിയോടെ പരമാർത്ഥതയോടെ വേണം ജീവിക്കാൻ. ഒരു ദിവസം ചെന്ന് കണക്ക് പറയണം. പണ്ട് പരുത്തുംപാറ ഒരു ജാക്കോ സാർ എഴുതിയ ഒരു വരി ഉണ്ടായിരുന്നു: ക്രിസ്തന്റെ മുൻപിൽ നിന്നു
ന്യായം പറഞ്ഞിടുവാൻ ക്രിസ്തന്റെ മുൻപിൽ നിന്ന് ന്യായം പറഞ്ഞിടുവാൻ പാപ്പ ബിഷോപ്പന്മാരും മെത്രാന്മാരച്ഛന്മാരും നാസ്തികരും എല്ലാ ആസ്തികരും ന്യായം വിധിച്ചു തള്ളും മഹാദൈവം. യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം യാക്കോബ്യർ മർത്തോമ്യരും പ്രൊട്ടസ്റ്റ് സംഘങ്ങളും തേജസ്സിൻ സിംഹാസനെ നിന്നിടും നേരം ന്യായം വിധിച്ചു തള്ളും മഹാദൈവം. യാക്കോബിന്റെ ലേഖനം പഠിപ്പിക്കുന്നത് ന്യായാധിപതി വാതുക്കൽ നിൽക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, വാക്കുകളെ ദൈവം ന്യായം വിധിക്കും. പ്രവർത്തികൾക്ക് ന്യായവിധിയുണ്ട്, ചെയ്വനകൾക്ക് ന്യായവിധിയുണ്ട്. അവൻ സകല വിഷയത്തിലും ദൈവം ന്യായം വിധിക്കും. അതുകൊണ്ട് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് ഭക്തിയോടെ ഭയത്തോടെ വേണം ജീവിക്കാൻ. ഞാൻ നിർത്തുക അണ്ട് ജോജി പാസ്റ്ററോട് പറഞ്ഞ സമയമായി, അതുകൊണ്ട് നിർത്തുക. എന്നാ ബൈബിളും ഒക്കെ പിടിച്ചു, അല്ലേ പിന്നെ നിങ്ങളവർക്ക് അത് ഇരിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് പിന്നെ ഇളക്കമാണ്. അപ്പൊ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, 1 ഒരിക്കൽ മരിക്കും, 2 ഒരു ന്യായവിധിയുണ്ട്, 3 യേശു ക്രിസ്തു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. രണ്ടാമതും പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത് പ്രത്യക്ഷപ്പെട്ടു. ഒന്നാമത്തെ പ്രത്യക്ഷതയാ 9:26 അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എന്തിനാണെന്നറിയാമോ? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കന്യാസൂനുമായി ഭൂമിയിൽ അവതരിച്ചു വചനം ജഡമായി തീർന്നു. നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്ത് നാടെങ്ങും നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി മുടന്തരെ നടത്തി ചെകിടർക്ക് കേൾവി കൊടുത്ത് ഊമർക്ക് സംസാര ശേഷി കൊടുത്ത് പക്ഷപാതക്കാരനെ സൗഖ്യമാക്കി നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെ യേശു സുഖപ്പെടുത്തി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മർക്കോസിന്റെ സുവിശേഷം നിങ്ങൾ വായിച്ചാൽ യേശുവിൻ്റെ രോഗശാന്തി നല്ല രോഗശാന്തിയാണ്. ഇന്നത്തെ രോഗശാന്തി പോലൊന്നുമല്ല. യേശു സകല രോഗത്തെ സൗഖ്യമാക്കി. തൊടുകൈക്ക് ഉപവാസം കഴിഞ്ഞ് 40 ദിവസത്തെ ഉപവാസമൊക്കെ കഴിഞ്ഞ് ഗലീലോട്ട് എന്ന പ്രസംഗം. ഗലീലെ പ്രസംഗം കഴിഞ്ഞ് ആദ്യം പത്രോസിന്റെ അമ്മായിമ്മയുടെ പനി പനിച്ച് കിടക്കുക. യേശു ചെന്നു, ആ അമ്മയെ തൊട്ടു, പനി വിട്ടു. എൻ്റെ ഭാഷ അതള്ള ചാടി എഴുന്നേറ്റ് ശുശ്രൂഷയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഞാൻ കട്ടനിട്ട് കൊടുത്തെന്ന് നാടൻ ഭാഷയെ പറഞ്ഞു. ഇന്ന് യേശു വന്നു, തൊട്ടു, പനി വിട്ടു. എന്നാലും തള്ള പിന്നെയും ഒരു പുതപ്പൂടെ പുതച്ചോളാം, എന്നെ എല്ലാം ചെയ്തു കൊടുക്കണ്ടായോ? ചിലക്ക് എന്നും അങ്ങ് ഉവാവാന്നല്ലോ. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അസുഖമാണെന്ന് പറഞ്ഞാൽ പിന്നെ കട്ടന് വിടണ്ട, കാപ്പി ഇടണ്ട, ഒന്നും ചെയ്യണ്ട, പമ്മി ഇരുന്നാൽ മതി. ആരോട് പറയാൻ? യേശു അങ്ങനല്ല. ഈ പനി പിടിച്ച് അമ്മയുടെ കൈക്ക് പിടിച്ചു, അന്നേരം പനി വിട്ടു. അപ്പൊ പനി മുതൽ സൗഖ്യം തുടങ്ങി, രോഗശാന്തി. അത് കഴിഞ്ഞ് മുമ്പോട്ട് ചെന്നപ്പോ പക്ഷപാതക്കാരൻ, കുരുടൻ, പിന്നെ മുടന്തന്, പിന്നെ ഊമന്, ബദിരന്, മൂകനുമായൊരുത്തന്, 12 സംവത്സരം രക്തവസ്ത്രമുള്ള സ്ത്രീയെ, പിന്നെ കൂനിയായ ഒരമ്മ. അവർക്ക് എല്ലാ രോഗത്തിനും സൗഖ്യം. അങ്ങനല്ലേ നമ്മൾ പാടുന്ന എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനാ. അങ്ങനെ സൗഖ്യമാക്കി ഒടുവിൽ യായിറോസിന്റെ വീട്ടിൽ ചെന്ന് മരിച്ച പെങ്കൊച്ചിനെ ഉയർപ്പിച്ചു. അപ്പൊ പനി മുതൽ ഉയർപ്പ് വരെ ഇതാ യേശുവിന്റെ ശുശ്രൂഷ. ഇന്നത്തെ വലിയ വലിയ രോഗശാന്തി വരെ പ്രാപ്തന്മാരൊക്കെ വേറെ നിലകളിലായിട്ടൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, വെറുതെ എന്തിനാ ആരോഗ്യം ഉണ്ടാക്കുന്നത്. യേശു അങ്ങനല്ല, പനി മുതൽ ഉയർപ്പ് വരെ നടത്തി. നാടെങ്ങും നന്മ സുവിശേഷിച്ചു. മരിച്ചവന്റെ മഞ്ചത്തെ തൊട്ടപ്പോൾ ചെറുക്കൻ ചാടി എഴുന്നേറ്റു. ഇന്നത്തെ രോഗശാന്തി വരെ പ്രാർത്ഥന ചെറുക്കനുമായിട്ട് അങ്ങ് പോകുള്ളൂ. എല്ലാ സ്റ്റേജിലും ബ്രദറിന് എന്തോ സംഭവിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണടച്ച് കിടക്കും. ഈ ബ്രദർ വന്ന് എന്നെ തൊട്ടപ്പോൾ ആ ബ്രദർ എന്നെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഈ ബ്രദറിൻ്റെ കൂടെ ഞങ്ങളിപ്പോൾ എല്ലായിടത്തും പോയിക്കൊണ്ടെങ്കിൽ ഈ ബ്രദറാണ് ഈ ബ്രദറിനെ എന്നെ മുഴുവൻ അങ്ങ് വെതറാ. യേശു അങ്ങനല്ല. അവനെ ഉയർപ്പിച്ച അമ്മയ്ക്ക് കൊടുത്തെന്നാ പറഞ്ഞേ. വിധവ സ്ത്രീയാ, അവനെ കൂട്ടിക്കൊണ്ട് പോയാലോ? യേശുവിൻ്റെ ശുശ്രൂഷ എന്ത് നല്ല മാതൃകയാ. ആ തള്ള എവിടെങ്ങാനും കിടന്നോളൂ, നീ വാടാ, അടുത്ത ക്രൂസൈഡിൻ്റെ അവിടെ നീ വേണം സാക്ഷി പറയാൻ. സകല ആൾക്കാർക്കും യേശു സൗഖ്യം കൊടുത്തു. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി
ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി, കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി. ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്ത് പ്രട്ടരൊരയ്യായിരം ജനം. 5 അപ്പത്താൽ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ഇക്കഠിന ഭാവിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാ. ഇക്കഠിന ഭാവിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാൽ നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, സകലർക്കും യേശു സൗഖ്യം കൊടുത്തു. ഒടുവിൽ തിരുവെടുത്ത് പറഞ്ഞതുപോലെ മുമ്പേ വായിച്ചല്ലോ, ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്ത്. അടിമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടവരോടുകൂടെ സഹവസിച്ച് ഒടുവിൽ അവിടുന്ന് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു അധികം താമസിക്കാതെ തിരിച്ചു വരും. എന്തിനെന്ന് ചോദിച്ചാൽ തിരുസഭയെ ചേർക്കാൻ. ഏതാ സഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാ സഭ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു വേർപാട് പാലിച്ച് തിരുമേശികടുത്ത് കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ച് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അവൻ സ്തോത്രം. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുക. സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അവൻ അപേക്ഷിക്കുന്നു. അവൻ കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച കോടി കോടി വിശുദ്ധന്മാർ ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവൻ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. 1, ഒരു മരണ ദിവസമുണ്ട്. 2, ഒരു ന്യായവിധിയുണ്ട്. 3, യേശു ക്രിസ്തു വീണ്ടും വരും. തീപ്പൊയ്യക്കകത്ത് വീടരുത്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ന്യായവിധിയുണ്ട്. അതുകൊണ്ട് നേരോടും വിശ്വസ്തയോടും ജീവിച്ചോണം. 3, യേശു വീണ്ടും വരും. കൈവിടപ്പെട്ടു പോകരുത്. അതിന് ഈ ശുശ്രൂഷ ഉതകട്ടെ. എന്നെ ക്ഷണിച്ച കർത്തദാസനും സഭയ്ക്കും ഇതുവരെ എന്നെ കേട്ടിരുന്ന ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും സമീപവാസികൾക്കും സ്ഥലവാസികൾക്കും വെളിയിലൊക്കെ ധാരാളം പേര് നിന്ന് കേട്ടു. നിങ്ങൾക്കും എല്ലാവർക്കും നന്ദി.